Good afternoon. Good afternoon. എല്ലാവരും എത്തിയോ? ബ്രേക്ക് കഴിഞ്ഞിട്ട് എത്തിയോ? ഓക്കെ, നമ്മളപ്പോ കഴിഞ്ഞ ക്ലാസ്സില് ഡെത്ത് റേറ്റ് അല്ലെ, ഡെത്ത് റേറ്റ് മരണനിരക്ക് അല്ലെങ്കിൽ മോർട്ടാലിറ്റി റേറ്റ് എന്താന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ എന്താണ് ഡെത്ത് റേറ്റ് എന്ന് പറയുന്നത്? ഇവര് ഡെഫിനിഷൻ ആണ്, അതിന്റെ മീനിങ് ആണ് ഫസ്റ്റ് കൊടുത്തേക്കുന്നത്. ഡെത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെത്ത് റേറ്റ് ഓർ മോർട്ടാലിറ്റി റേറ്റ്. അപ്പൊ ഡെത്ത് റേറ്റ് അറിയപ്പെടുന്നത് മറ്റൊരു പേരാണ് മോർട്ടാലിറ്റി റേറ്റ് എന്നും അറിയപ്പെടുന്നു. എന്താണ്? ഈസ് ദ സ്കെയിൽ ഓഫ് ദ നമ്പർ ഓഫ് ഡെത്ത് ഓണിംഗ് ടു എ, അത് നമ്പർ ഓഫ് ഡെത്ത് എന്ന് പറഞ്ഞാൽ അത് ജനറൽ ആവാം, സാധാരണ മരണങ്ങൾ മൂലമാകാം, ജനറൽ ആയിട്ട് സംഭവിക്കുന്ന ഡെത്തുകൾ, അല്ലെങ്കിൽ ഓണിംഗ് ടു സ്പെസിഫിക് കോസ്, ഒരു പ്രത്യേക കാരണം മൂലം സംഭവിക്കുന്ന ഡെത്ത്. ഏതായിക്കോട്ടെ, സാധാരണ മരണം ആയാലും ഒരു പ്രത്യേക കാരണം മൂലം ഉണ്ടാകുന്ന മരണങ്ങൾ ഏതാണെങ്കിലും അതിന്റെ നമ്പർ ഓഫ് ഡെത്ത് ഇൻ എ പർട്ടിക്കുലർ പോപ്പുലേഷൻ measured to the size of that population per unit of time. ഓക്കെ, ഒരു പ്രത്യേക യൂണിറ്റ് ഓഫ് ടൈമില്, ഒരു പ്രത്യേക ടൈമില്, ഇപ്പൊ ഒരു ആഴ്ചയില് അല്ലെങ്കിൽ ഒരു മാസത്തില്, അങ്ങനെ ഒരു ഇയറില്, ഒരു വർഷത്തില്, അങ്ങനെ ഒരു പ്രത്യേക യൂണിറ്റ് ഓഫ് ടൈമില് ആ പോപ്പുലേഷന്റെ സൈസിനെ അടിസ്ഥാനമാക്കി, ആ പോപ്പുലേഷന്റെ വലുപ്പത്തെ അടിസ്ഥാനമാക്കിയിട്ട് ആ ഒരു പ്രത്യേക പോപ്പുലേഷനിൽ സംഭവിക്കുന്ന നമ്പർ ഓഫ് ഡെത്തിന്റെ ആ സ്കെയിലാണ് മോർട്ടാലിറ്റി റേറ്റ് അല്ലെങ്കിൽ ഡെത്ത് റേറ്റ് എന്ന് പറയുന്നത്. അവിടെ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. എന്നുവെച്ചാൽ ഒരു പ്രത്യേക ടൈമും അവിടെ പറയുന്നുണ്ട്. ഒരു വർഷത്തിലാണോ അല്ലെങ്കിൽ 2 വർഷമാണോ എന്നൊരു ടൈം, സ്പെസിഫിക് ടൈം അവിടെ പറയുന്നുണ്ട്. പിന്നെ ഒരു പർട്ടിക്കുലർ പോപ്പുലേഷൻ, ഇത്ര ആളുകളിൽ വെച്ചിട്ട് എന്നുള്ള ആ ഒരു 2 ഇതാ അതിനകത്ത് വരുന്നത്. ഒരു പ്രത്യേക ടൈമില് ആ ഒരു പോപ്പുലേഷന്റെ സൈസിനെ അടിസ്ഥാനമാക്കിയിട്ട് ഇനി ആ ഒരു പോപ്പുലേഷനിലുള്ള സംഭവിക്കുന്ന ആ നമ്പർ ഓഫ് ഡെത്ത്, അതിന്റെ സ്കെയിലാണ് ഡെത്ത് റേറ്റ് അല്ലെങ്കിൽ മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. കുറച്ചും കൂടി പറയുകയാണെങ്കിൽ നമ്മൾ ഈ മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ ഈസ് ദ നമ്പർ ഓഫ് പീപ്പിൾ ഹു ഡൈ ഇൻ എ ഗിവൺ ഇയർ. ഒരു ഇയറിൽ അവിടെ മരണം സംഭവിക്കുന്ന ആളുകളുടെ എണ്ണം, അതിനെ അവിടുത്തെ മൊത്തം ടോട്ടൽ പോപ്പുലേഷനും കൊണ്ട് ഡിവൈഡ് ചെയ്യുക, divided by the total population of that area. അതാണ് ഡെത്ത് റേറ്റ് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ അപ്പുറം പറയുന്നുണ്ട്. അപ്പൊ ഇത്രയും നിങ്ങൾ നോക്കാം, ഒരു പ്രത്യേക യൂണിറ്റ് ഓഫ് ടൈമില് ആ പോപ്പുലേഷന്റെ സൈസിനെ അടിസ്ഥാനമാക്കിയിട്ട് ആ പർട്ടിക്കുലർ പോപ്പുലേഷനിൽ സംഭവിക്കുന്ന നമ്പർ ഓഫ് ഡെത്ത്, ആ നമ്പർ ഓഫ് ഡെത്ത് ഒരു സ്കെയിലാണ് മോർട്ടാലിറ്റി റേറ്റ് അല്ലെങ്കിൽ ഡെത്ത് റേറ്റ് എന്ന് പറയുന്നത്. അത് എങ്ങനെയാണ്? ഡെത്ത് ജനറൽ ആവാം, അല്ലെങ്കിൽ ഒരു പ്രത്യേക കാരണം, ഓണിംഗ് ടു എ സ്പെസിഫിക് കോസ്, ഒരു പ്രത്യേക കാരണം മൂലമോ അല്ലെങ്കിൽ ജനറൽ ആയിട്ടോ ആ മരിക്കുന്ന നമ്പർ ഓഫ് ഡെത്ത്, മരണം സംഭവിക്കുന്ന അതിന്റെ എണ്ണമാണ് അവിടെ പറയുന്നത്. അതിന്റെ സ്കെയിലിനെയാണ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയേ, the term mortality indicate the total death that happen especially on a large scale such as in a population or geographical area. അപ്പൊ മോർട്ടാലിറ്റി റേറ്റ് എപ്പോഴും പറയുന്ന ഒരു വലിയൊരു പോപ്പുലേഷന്റെ അല്ലെങ്കിൽ ഒരു വലിയൊരു ജിയോഗ്രാഫിക്കൽ ഏരിയയിലെ വെച്ചിട്ട് ഒരു വലിയ സ്കെയിലുള്ള ഇതാണ്, എസ്പെഷ്യലി ഇതിന്റെ ലാർജ് സ്കെയിലാണ് പറയുന്നത്. ലാർജ് സ്കെയിൽ ഓഫ് ഡെത്ത് ആണ് ടോട്ടൽ ഡെത്ത് ദാറ്റ് ഹാപ്പൻഡ്. അവിടെ മൊത്തം ആകെ സംഭവിച്ച ഡെത്തുകൾ അത് എങ്ങനെ എടുക്കുന്ന ഒരു വലിയ സ്കെയിലായിട്ടാണ്, അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു വില്ലേജ്, അങ്ങനെ ഒരു പ്രത്യേക ഒരു വലിയൊരു സ്കെയിലിൽ അളക്കുന്നത്, അല്ലാതെ ചെറിയ രീതിക്കല്ല. ഒരു വീട്ടിലെയോ അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിലോ അങ്ങനെയൊക്കെ വെച്ചിട്ട് ഒരു ചെറിയ രീതിയിലുള്ള ഒരു സ്കെയിൽ അല്ലാതെ മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത് ടോട്ടൽ ഡെത്ത് ദാറ്റ് ഹാപ്പൻ എസ്പെഷ്യലി ഓൺ എ ലാർജ് സ്കെയിൽ, ഒരു വലിയ തോതിൽ ഒരു വലിയ സ്കെയിലില് അതിനകത്ത് സംഭവിച്ച ടോട്ടൽ ഡെത്ത് ആണ് പറയുന്നത്. സച്ച് ആസ് എ പോപ്പുലേഷൻ, മൊത്തം ഒരു പോപ്പുലേഷനിലെ ആവാം അല്ലെങ്കിൽ ഒരു ജിയോഗ്രാഫിക്കൽ ഏരിയയില് മൊത്തം സംഭവിച്ച ഡെത്ത്.
ഇതാണ് മോർട്ടാലിറ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇവിടെ നോക്കി, ഇറ്റ് ഈസ് നോർമലി റെപ്രസെന്റഡ് ഇൻ ദ ഫോം ഓഫ് മോർട്ടാലിറ്റി റേറ്റ്. ഇത് റെപ്രസെന്റ് ചെയ്തത് മോർട്ടാലിറ്റി റേറ്റ് എന്നുള്ള ഫോമിലാണ്. ആസ് പെർ ദ മോർട്ടാലിറ്റി റേറ്റ് ഡെഫിനിഷൻ അനുസരിച്ച്, മോർട്ടാലിറ്റി റേറ്റ് ഡെഫിനിഷൻ അനുസരിച്ച് ഇവിടെ എന്താ പറഞ്ഞത്? ആൻ ഇൻഡെക്സ് ഓഫ് ദ നമ്പർ ഓഫ് ഡെത്ത് ഈച്ച് ഇയർ. ഒരു വർഷം, ഒരു എന്താ പറയാ, ഒരു വർഷത്തിൽ സംഭവിച്ച ഡെത്ത്, ഇൻഡെക്സ് ഓഫ് ദ നമ്പർ ഓഫ് ഡെത്ത് ഈച്ച് ഇയർ, ഒരു വർഷം അവിടെ സംഭവിച്ച ഡെത്തിന്റെ ഒരു ഇൻഡെക്സ്, അല്ലെങ്കിലോ ഓർ ദ സ്പെസിഫിക് ടൈം ഇന്റർവെൽ ഇൻ എ സ്പെസിഫൈഡ് പോപ്പുലേഷൻ, ഒരു പ്രത്യേക പോപ്പുലേഷനിൽ ഒരു പ്രത്യേക ടൈമിന് സംഭവിച്ച ഡെത്തിന്റെ നമ്പർ, അതിന്റെ ആ ഇൻഡെക്സ് ആണ്, എന്താ പറയാ, ഇൻഡെക്സിനെയാണ് ഈ മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. ഒന്നില്ലെങ്കിൽ ആ ഒരു ഇയറിൽ സംഭവിച്ച നമ്പർ ഓഫ് ഡെത്ത് അതിന്റെ ഇൻഡെക്സ് ആവാം, അല്ലെങ്കിൽ ഒരു പ്രത്യേക പോപ്പുലേഷനിൽ ഒരു പ്രത്യേക ടൈമില് സംഭവിച്ച ആ ഡെത്ത്, അതിനെയാണ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു, മോർട്ടാലിറ്റി റേറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ദ പോപ്പുലേഷൻ യൂണിറ്റ്. അവിടുത്തെ ജനസംഖ്യനെ അടിസ്ഥാനമാക്കിയിട്ടാണ് മോർട്ടാലിറ്റി റേറ്റ് എക്സ്പ്രസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് നോർമലി expressed in population unit like death per 1000 people. കണ്ടോ, 1000 ആളുകളുടെ എത്ര പേര് മരിച്ചു അതാണ് എടുക്കുന്നത്. സ്പെസിഫൈഡ് ടൈം, ഒരു നിർദ്ദിഷ്ട സമയപരിധിക്കുള്ളിൽ ഒരു 1000 പേര് എടുക്കുകയാണെങ്കിൽ ആ ഒരു പ്രത്യേക ആ ടൈം അവിടെ ഇമ്പോർട്ടന്റ് ആണ്. അല്ലാതെ അതിന് ഒരു ലിമിറ്റഡ് ടൈം ഉണ്ട്. ഒരു വർഷമാണെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ അവിടുത്തെ ആ ജനസംഖ്യയുടെ 1000 പേര് എടുക്കുകയാണെങ്കിൽ നമ്മൾ അതിനകത്ത് എത്ര പേര് മരിച്ചു അതാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഇറ്റ് ഈസ് നോർമലി എക്സ്പ്രസ്ഡ് ഇൻ പോപ്പുലേഷൻ യൂണിറ്റ്സ്. പോപ്പുലേഷൻ യൂണിറ്റ് ലൈക്ക് ഡെത്ത് പെർ 100 people ഫോർ എ റെക്കോർഡ് പീരീഡ്, ഒരു സ്പെസിഫിക് പീരീഡ്, ഒരു പ്രത്യേക ടൈമില് 1000 ആളുകളിൽ എത്ര പേര് മരിച്ചു ആണ് മോർട്ടാലിറ്റി എക്സ്പ്രസ് ചെയ്യുന്നത്. ഇനി ഇവിടെ നിങ്ങൾ അതിനകത്ത് ഈ ഒരു എന്താ പറയാ, ദ മോർട്ടാലിറ്റി റേറ്റ് ഫോർമുല യൂസ്ഡ് ഫോർ ദ കാൽക്കുലേഷൻസ് അക്കോർഡിംഗ് ടു ദ അവൈലബിൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ്. ഇവിടെ നോക്കിയേ, മോർട്ടാലിറ്റി റേറ്റ് ആ ഫോർമുല എന്തിനു വേണ്ടിയാ യൂസ് ചെയ്യുന്നത്? ഇത് എന്തിനു വേണ്ടിയിട്ട് ഇങ്ങനെ ഈ ഡെത്ത് റേറ്റ് ഒക്കെ നമ്മൾ എടുക്കുന്നത്? ഫോർ ദ കാൽക്കുലേഷൻസ്. നമ്മൾ അവിടെ സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ചിട്ട് അവിടുത്തെ കാൽക്കുലേഷൻ ലഭ്യമായിട്ടുള്ള നമുക്ക് ലഭ്യമായിട്ടുള്ള ഡേറ്റാസ്, സ്റ്റാറ്റിസ്റ്റിക് ഡേറ്റയൊക്കെ വെച്ചിട്ട് നമ്മൾ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ, എത്ര പേര് മരിച്ചു എന്നൊക്കെ ഒരു കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മോർട്ടാലിറ്റി റേറ്റ് ഫോർമുല നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ദ മോർട്ടാലിറ്റി റേറ്റ് ഫോർമുല ഈസ് യൂസ്ഡ് ഫോർ വാട്ട്? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഫോർമുല യൂസ് ചെയ്യുന്നത്? യൂസ്ഡ് ഫോർ കാൽക്കുലേഷൻ. എന്ത് വെച്ചിട്ടാ കാൽക്കുലേറ്റ് ചെയ്യുന്നേ? അക്കോർഡിംഗ് ടു ദ അവൈലബിൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ്. നമുക്ക് ലഭ്യമായിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക് ഇൻഫർമേഷൻ അനുസരിച്ച് നമ്മൾ എത്രമാത്രം ഡെത്ത് അവിടെ സംഭവിച്ചു എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മോർട്ടാലിറ്റി റേറ്റ് ഫോർമുല നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾ മോർട്ടാലിറ്റി റേറ്റ് എന്ന് ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് ആ ഫോർമുല ജസ്റ്റ് ഒന്ന് നോട്ടിലേക്ക് എഴുതണം കേട്ടോ. അതിനെല്ലാത്തിന്റെയും വരുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് ഒരുമിച്ച് ഒരു ടേബിളിലേക്ക് എഴുതി വെക്കാം. അപ്പൊ നിങ്ങൾക്ക് പഠിക്കാനും എളുപ്പമായിരിക്കും. മോർട്ടാലിറ്റി റേറ്റ് എന്നുള്ളത് ഹെഡിങ് കൊടുക്കാം. മോർട്ടാലിറ്റി റേറ്റ് കാണാനുള്ള ഇക്വേഷൻസ് എക്സാമിന് ചോദിക്കാറുണ്ട്. അതിനകത്ത് തിരിച്ചൊക്കെ തരും നമുക്ക്. അപ്പൊ മോർട്ടാലിറ്റി റേറ്റ് കാണുന്നത് നമ്പർ ഓഫ് ഡെത്ത്. ആ നമ്പർ ഓഫ് ഡെത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇൻ എ ഗിവൺ ഇയർ ആൻഡ് ഗിവൺ ഏരിയ, ഒരു പ്രത്യേക ഏരിയയില് ഒരു പ്രത്യേക സമയത്ത് സംഭവിച്ച നമ്പർ ഓഫ് ഡെത്ത്, ആ മൊത്തം ഡെത്ത് ഡിവൈഡഡ് ബൈ ആ ടോട്ടൽ പോപ്പുലേഷൻ. അവിടത്തെ മൊത്തം പോപ്പുലേഷൻ എത്രയാണെന്ന് നോക്കും. ടോട്ടൽ പോപ്പുലേഷൻ ഇൻറ്റു എത്ര പേരിലാണ് നമ്മൾ പറഞ്ഞത്? 1000 പേരിലാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇൻറ്റു 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ ഇതാണ് ഇക്വേഷൻ. നമ്പർ ഓഫ് ഡെത്ത് ഡിവൈഡഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ ഇൻറ്റു 1000. മോർട്ടാലിറ്റി റേറ്റ് കാണാനുള്ള ഇക്വേഷൻ ആണ്. ഇനി അവിടെ ഓൾസോ ഡിവൈഡഡ് ബൈ 365 എന്ന് തന്നിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ്? പെർ ഡേയില് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിനെ എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ 365 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഒരു ദിവസത്തെ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ
ഒരു ദിവസം എത്ര ആളുകൾ മരിച്ചു കണ്ടുപിടിക്കണമെങ്കിൽ വീണ്ടും 365 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. നിങ്ങൾ മോർട്ടാലിറ്റി റേറ്റിന് ഹെഡിങ് കൊടുത്തിട്ട് ആ ഫോർമുല അവിടെ എഴുതി വെക്കുക. മോർട്ടാലിറ്റി റേറ്റ് കാണാനുള്ള ഫോർമുലയാണ് നമ്പർ ഓഫ് ഡെത്ത് ഡിവൈഡഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ. ആ നമ്പർ ഓഫ് ഡെത്ത് എന്ന് പറയുന്നത് എങ്ങനെയാ? അതിന്റെ രണ്ട് കാരണങ്ങൾ പറയണമല്ലോ. ഒരു ഏരിയയില് അല്ലെ, ഒരു ഇയറില്, ഒരു ഗിവൺ ഏരിയ, ഒരു പർട്ടിക്കുലർ ടൈമില് ആ ഒരു പർട്ടിക്കുലർ പോപ്പുലേഷനിൽ സംഭവിച്ച ഡെത്ത്, നമ്പർ ഓഫ് ഡെത്ത് ഡിവൈഡഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ, അവിടുത്തെ മൊത്തം പോപ്പുലേഷൻ എത്രയാണ്, ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ 365. ഇത് തിരിച്ചും നമുക്ക് ചോദിക്കാം. മോർട്ടാലിറ്റി റേറ്റ് ഈക്വൽ ടോട്ടൽ പോപ്പുലേഷൻ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡെത്ത് ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ 365 എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ നമ്പർ ഓഫ് ഡെത്ത് ഇൻറ്റു ടോട്ടൽ പോപ്പുലേഷൻ ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ 365 എന്ന് വേണമെങ്കിൽ ചോദിക്കാം. അപ്പൊ ആ ഇക്വേഷൻ ഒന്ന് നോട്ടിലേക്ക് എഴുതി വെക്കുക കേട്ടോ. മോർട്ടാലിറ്റി റേറ്റ് കാണാനുള്ള ഇക്വേഷൻ ഇപ്പൊ തന്നെ ഇതിന്റെ ഒപ്പം പഠിക്കാം. എന്താണ് മോർട്ടാലിറ്റി റേറ്റ് കാണാനുള്ള ഇക്വേഷൻ? ഏതാ? Number of deaths by total population divided by അവിടെ സംഭവിച്ച മൊത്തം ഡെത്ത് ഡിവൈഡഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ. അതിനകത്ത് എത്ര പോപ്പുലേഷൻ ഉണ്ട്, മൊത്തം എത്ര പോപ്പുലേഷൻ ആണ് ഡിവൈഡ് ചെയ്യുക, അതിനെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഓൾ ഡിവൈഡഡ് ബൈ 365. ഇനി നോക്കിയേ, ഇനി ഇവിടെ താഴെ ഇതിന്റെ പല ഇതാണ് ഗ്രോസ് മോർട്ടാലിറ്റി റേറ്റ്. ഇനി ഹോസ്പിറ്റലില് ഡെത്ത് റേറ്റ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിനകത്ത് 3 പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ഗ്രോസ് മോർട്ടാലിറ്റി റേറ്റ്, പിന്നെ നെറ്റ് മോർട്ടാലിറ്റി റേറ്റ്, പിന്നെ അടുത്താണ് ICU സ്പെസിഫിക് മോർട്ടാലിറ്റി റേറ്റ്. അപ്പൊ ഇത് 3 പഠിക്കണം. ഗ്രോസ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിലുള്ള ഒരു മരണനിരക്കാണ് ഗ്രോസ് മോർട്ടാലിറ്റി റേറ്റ്. മൊത്തത്തില് അവിടെ സംഭവിക്കുന്ന ഒരു മരണനിരക്ക്, ഹോസ്പിറ്റലിൽ മൊത്തത്തിൽ സംഭവിക്കുന്ന ഒരു മരണനിരക്കാണ് ഗ്രോസ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. ഇത് കാണുന്ന എങ്ങനെയാ? ഗ്രോസ് മോർട്ടാലിറ്റി റേറ്റ് ഈക്വൽ ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത്സ് ഹാപ്പൻഡ് ഇൻ ദ ഹോസ്പിറ്റൽ ഇൻ എ പീരീഡ്. ഒരു പ്രത്യേക പീരീഡില് ആ ഹോസ്പിറ്റലിൽ സംഭവിച്ചിട്ടുള്ള ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത്. ഇപ്പൊ ഒരു മാസം അല്ലെ 2 മാസം, 6 മാസം, ഒരു 6 മാസത്തിനുള്ളിൽ ആ ഹോസ്പിറ്റലിൽ സംഭവിച്ച ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ഇതാണ്. നോക്കിയേ, the total number of death happened in the hospital in a period. ഒരു പ്രത്യേക പീരീഡില് ആ ഹോസ്പിറ്റലിൽ സംഭവിച്ച ആകെ ഡെത്ത് ഡിവൈഡഡ് ബൈ, അതിന് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ഡിസ്ചാർജ് ഡ്യൂറിങ് ദാറ്റ് പീരീഡ്. ആ ടൈമിൽ ഡിസ്ചാർജ് ചെയ്ത ഡെത്ത് ഡിസ്ചാർജിന്റെ ടോട്ടൽ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഡെത്ത് ഡിസ്ചാർജിന്റെ അവിടെ ഡിസ്ചാർജസ് ആയിട്ടുള്ള ഡെത്ത് അതിന്റെ ടോട്ടൽ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഇൻറ്റു 100. ആ ഇക്വേഷൻ അതുപോലെ തന്നെ പഠിക്കുക കേട്ടോ. ഗ്രോസ് മോർട്ടാലിറ്റി റേറ്റ് കാണാനുള്ളത് ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ഹാപ്പൻ ഇൻ ദ ഹോസ്പിറ്റൽ ഇൻ എ പീരീഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ഡിസ്ചാർജസ് ഡ്യൂറിംഗ് ദാറ്റ് പീരീഡ് ഇൻറ്റു 100. അതൊന്ന് എഴുതി വെച്ച നോട്ടിലേക്ക്. ഗ്രോസ് മോർട്ടാലിറ്റി റേറ്റ് ഇക്വേഷൻ എഴുതും. ഗ്രോസ് മോർട്ടാലിറ്റി റേറ്റ് കാണാനുള്ള ഇക്വേഷൻ ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ഹാപ്പൻഡ് ഇൻ എ ഹോസ്പിറ്റൽ ഇൻ എ പീരീഡ് ഒരു പ്രത്യേക പീരീഡിൽ ആ ഹോസ്പിറ്റലിൽ സംഭവിച്ച ഡെത്ത് അതിന്റെ എണ്ണം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ഡിസ്ചാർജസ് ഡ്യൂറിംഗ് ദാറ്റ് പീരീഡ്. ഡെത്ത് ഡിസ്ചാർജിന്റെ ടോട്ടൽ നമ്പർ കൊണ്ട് ആ പീരീഡിൽ സംഭവിച്ച ഡെത്ത് ഡിസ്ചാർജിന്റെ ടോട്ടൽ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എന്നിട്ട് ഇൻറ്റു 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇനി ഇവിടെ താഴെ 2 നോട്ട് പോലെ തന്നിട്ടുണ്ട്. ഇവിടെ ഓൾ ഡെത്ത് എന്ന് പറഞ്ഞ എന്താ ഇവിടെ കൊടുത്തേക്കുന്നേ? ഓൾ ദ ഡെത്ത്സ് എന്ന് പറഞ്ഞ ദാറ്റ് ഇൻക്ലൂഡ് ഡെത്ത് ഇൻ എമർജൻസി ആൻഡ് ICU. എമർജൻസിയിലും ICUയിലും ഉൾപ്പെടെയുള്ള ഡെത്തുകൾ അത് എല്ലാം ടോട്ടൽ നമ്പർ ഓഫ് ഡെത്തിൽ വരും. ഇൻക്ലൂഡ് ഡെത്ത്സ് ഇൻ എമർജൻസി ആൻഡ് ICU. എമർജൻസിയില് അത്യാഹിത വിഭാഗം എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ സംഭവിക്കുന്ന മരണങ്ങളും ICUയില് വെന്റിലേറ്ററിലൊക്കെ കിടന്ന പേഷ്യൻസ് മരിക്കാലോ. അപ്പൊ അങ്ങനെ ICUയിലൊക്കെ കിടക്കുന്ന പേഷ്യൻസ് ഒക്കെ മരിച്ചാലും അതും
ഈ ഓൾ ഡെത്തിൽ ഉൾപ്പെടും. That includes death in emergency and ICU must be counted. ഇത് കൗണ്ട് ചെയ്യാം. ഓൾ ഡെത്തില് ഇതുകൂടി ഉൾപ്പെടാം. എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ സംഭവിക്കുന്ന ഡെത്തുകളും ICUയിൽ സംഭവിക്കുന്ന ഡെത്തുകളും ഈ ഓൾ ഡെത്ത് എന്ന് പറഞ്ഞാൽ ഉൾപ്പെടുത്താം. ഈ ഡിനോമിനേറ്റർ all type of discharge must be taken into account. എല്ലാ തരത്തിലുള്ള ഡിസ്ചാർജസും ഈ ഇതിനകത്ത് ഡിനോമിനേറ്ററിൽ കണക്കാക്കാം. എന്താ ന്യൂമറേറ്റർ? എന്താ ഒരു ഫ്രാക്ഷൻ എഴുതി കഴിഞ്ഞാൽ ന്യൂമറേറ്ററും ഡിനോമിനേറ്റർ എന്താ? ന്യൂമറേറ്റർ എന്ന് പറഞ്ഞ ഏതാ? ന്യൂമറേറ്റർ ഒരു ഫ്രാക്ഷൻ പറഞ്ഞേ. ഏതെങ്കിലും ഒരു ഫ്രാക്ഷൻ പറഞ്ഞേ. ഫ്രാക്ഷൻ മാത്സ് പഠിച്ചിട്ടില്ലേ? ഫ്രാക്ഷൻ ഏതെങ്കിലും 10.6 ഡിവൈഡഡ് ബൈ ആക്കി പറഞ്ഞേ. ഫ്രാക്ഷൻ 2/3. 2/3. ഓക്കെ, 2/3 ഒരു ഫ്രാക്ഷൻ ആണ്. ഇതിനകത്ത് ന്യൂമറേറ്ററിൽ ഏത് നമ്പറാ ന്യൂമറേറ്ററിൽ കിടക്കുന്നേ? 2. അപ്പൊ എന്താ? ഫ്രാക്ഷന്റെ ടോപ്പ് നമ്പർ ഓഫ് എ ഫ്രാക്ഷൻ. ആ ഒരു ഫ്രാക്ഷൻ എഴുതി കഴിഞ്ഞാൽ അതിന്റെ ടോപ്പിൽ കിടക്കുന്നതാണ് ഏത്? ന്യൂമറേറ്റർ. ബോട്ടം നമ്പർ ഓഫ് എ ഫ്രാക്ഷൻ, ആ ഫ്രാക്ഷന്റെ ബോട്ടം താഴെ കിടക്കുന്നതാണ് ഡിനോമിനേറ്റർ. ടോപ്പിൽ കിടക്കുന്നത് ഏതാ? ഇപ്പൊ 3/4 ഏതാ ന്യൂമറേറ്റർ? ഏതാ? 3/4 ന്യൂമറേറ്റർ ഏതാ? 3. ഡിനോമിനേറ്റർ ഏതാ? 4. 6/7 ന്യൂമറേറ്റർ ഏതാ? 6. ഡിനോമിനേറ്ററോ? 7. ഓക്കെ, അപ്പൊ ഒരു ഫ്രാക്ഷൻ എഴുതി കഴിഞ്ഞാൽ അതിന്റെ ടോപ്പിൽ കിടക്കുന്നത് ന്യൂമറേറ്ററും അതിന്റെ ആ ഫ്രാക്ഷന്റെ ബോട്ടത്തിൽ താഴെ വരുന്നതാണ് ഡിനോമിനേറ്റർ. അപ്പൊ ഇവിടെ ന്യൂമറേറ്ററിൽ നമുക്ക് ടോട്ടൽ ഡെത്ത് എന്ന് പറഞ്ഞു. അതിനകത്ത് എന്താ പറഞ്ഞേക്കുന്നത്? എമർജൻസിയിലും ICUയിലും വെന്റിലേറ്ററിലൊക്കെ കിടക്കുന്ന പേഷ്യൻസ് ഒക്കെ മരിക്കാം. അപ്പൊ അങ്ങനെയുള്ളതും കൂടി ഉൾപ്പെടുന്ന മൊത്തം ഡെത്ത് ആണ്. ആ ഹോസ്പിറ്റലിൽ മൊത്തം സംഭവിച്ച ഡെത്തും അതിന്റെ ഡിനോമിനേറ്ററിൽ ഡിവൈഡഡ് ബൈ, അതായത് ഡിനോമിനേറ്ററിൽ അവിടെ ഡിസ്ചാർജ് ചെയ്യപ്പെട്ട ആ ഡെത്തും ആണ് ഉൾപ്പെടുന്നത്. ഡെത്ത് ഡിസ്ചാർജിന്റെ ടോട്ടൽ നമ്പറും ആണ് അതിനകത്ത് വരുന്നത്. ഇനി നെക്സ്റ്റ് രണ്ടാമത്തെ നെറ്റ് മോർട്ടാലിറ്റി റേറ്റ്. അതെങ്ങനെയാ കാണുന്നേ? ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ദാറ്റ് occurred ആഫ്റ്റർ 48 hours ഓഫ് അഡ്മിഷൻ ഓഫ് ദ പേഷ്യന്റ്. എപ്പോ സംഭവിക്കുന്നതാണ്? ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ദാറ്റ് occurred ആഫ്റ്റർ 48 hours 48 മണിക്കൂറിന് ശേഷം അല്ലെ ഓഫ് അഡ്മിഷൻ ഓഫ് എ പേഷ്യന്റ്. ഒരു പേഷ്യന്റ് ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞതിന് ശേഷം അതിന് 48 മണിക്കൂർ കഴിഞ്ഞ് സംഭവിക്കുന്ന ആ ഡെത്ത് ആണ്. അങ്ങനെ സംഭവിക്കുന്ന ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ആണ് നെറ്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. നെറ്റ് മോർട്ടാലിറ്റി റേറ്റ് ഇത് എപ്പോഴും പറഞ്ഞേക്കുന്നേ? ഒരു സംശയം, ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ഡിസ്ചാർജസ് എന്താ? അത് എക്സ്പെക്ടഡ് ഡെത്ത് ആണ് ഡെത്ത് ഡിസ്ചാർജ് എന്ന് പറയുന്നത്. എങ്ങനെ എക്സ്പെക്ടഡ് ഡെത്ത് മീൻസ്? നമ്മള് എന്താ പറയാ, ഡിസ്ചാർജ് ചെയ്ത ഡെത്ത് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഡെത്ത് പ്രതീക്ഷിക്കുന്ന ഒരു ഇതെന്നുള്ള മീനിങ്ങിലാണ് കൊടുത്തേക്കുന്നത്. എക്സ്പെക്ടഡ് ഡെത്ത് ആണ് ഡെത്ത് ഡിസ്ചാർജസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് നോക്കിയാൽ നെറ്റ് മോർട്ടാലിറ്റി റേറ്റില് ദ ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ദാറ്റ് occur ആഫ്റ്റർ 48 hours ഓഫ് അഡ്മിഷൻ. ഇവിടെ നമ്മൾ സംഭവിച്ച ഡെത്ത് എപ്പോഴാണ്? ആഫ്റ്റർ 48 hours ഓഫ് അഡ്മിഷൻ ഓഫ് എ പേഷ്യന്റ്. ഒരു പേഷ്യന്റ് അഡ്മിറ്റ് ആയി കഴിഞ്ഞതിന് ശേഷം 48 മണിക്കൂർ കഴിഞ്ഞ് സംഭവിക്കുന്നതിനാണ് ഡെത്ത് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ആൻഡ് ഡിസ്ചാർജസ് ഡ്യൂറിംഗ് ദാറ്റ് പീരിയഡ്. ആ സമയത്ത് ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ഡിസ്ചാർജിന്റെ ടോട്ടൽ നമ്പർ, ആ ഒരു പീരീഡിൽ സംഭവിച്ച ഡെത്ത് ഡിസ്ചാർജിന്റെ ടോട്ടൽ നമ്പർ ഇൻറ്റു 100. ഓക്കെ, ഈ ഇക്വേഷൻസ് ആട്ടോ ചോദിക്കുള്ളൂ. ഈ ഇക്വേഷൻസ് തന്നിട്ട് അതിനകത്ത് ഇപ്പൊ നെറ്റ് മോർട്ടാലിറ്റി റേറ്റ് കാണാനുള്ള ഇക്വേഷൻ അപ്പൊ ബ്രാക്കറ്റിൽ ഉണ്ടാവും. അത് ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചു തരുമെന്നുള്ളൂ. അപ്പൊ ഇക്വേഷൻ ഇങ്ങനെ ഇതായിട്ട് തന്നെ നിങ്ങൾ പഠിക്കാം. എഴുതിക്കേ, തേർഡ് വൺ എഴുതിക്കേ. നെറ്റ് മോർട്ടാലിറ്റി റേറ്റ് ഈക്വൽ
net mortality rate equal total number of death that occurred after 48 hours of admission of a patient. ഒരു പേഷ്യന്റ് അഡ്മിറ്റ് ആയതിനു ശേഷം 48 മണിക്കൂർ കഴിഞ്ഞിട്ട് അഡ്മിറ്റ് ആയി 48 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വരുന്ന ഡെത്ത് അതിന്റെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ആൻഡ് ഡിസ്ചാർജ് ഡ്യൂറിംഗ് ദാറ്റ് പീരിയഡ് ഇൻറ്റു 100. 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇനി അടുത്തത് ഇവിടെ നോക്കിയേ, ഡെത്ത് ഒക്കറിംഗ് വിത്തിൻ 48 hours ഓഫ് ഡിസ്ചാർജ് മസ്റ്റ് ബി ഓൾസോ ബി റെക്കൻഡ് എന്ന് പറഞ്ഞാൽ കണക്കാക്കുക എന്നുള്ള മീനിങ് ആണ്. ഇൻ ന്യൂമറേറ്റർ ഡിസ്ചാർജ് ചെയ്ത് 48 hours മരണം സംഭവിച്ച ഡെത്തുകൾ ന്യൂമറേറ്ററിൽ നമുക്ക് ഉൾപ്പെടുത്താം. ഡിസ്ചാർജ് ചെയ്ത് 48 മണിക്കൂറിനുള്ളിൽ മരണം സംഭവിച്ച ഡെത്തുകൾ നമുക്ക് ന്യൂമറേറ്ററിൽ ഉൾപ്പെടുത്താം. ദ ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ദാറ്റ് ഓക്കർ ആഫ്റ്റർ 48 hours ഓഫ് അഡ്മിഷൻ. ഇനി ഗ്രോസ് മോർട്ടാലിറ്റി റേറ്റില് ഇതിലിപ്പോ അടിയില് ഡിനോമിനേറ്ററിൽ പറഞ്ഞ ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ആൻഡ് ഡിസ്ചാർജ് എന്നാണ്. അതേപോലെ മറ്റേതിന്റെ ഡിനോമിനേറ്ററിലും അങ്ങനെയാണോ? ടോട്ടൽ ഡിസ്ചാർജ് അവിടെ കൊടുത്തേക്കണേ. ഇത് ഡിസ്ചാർജ് ചെയ്ത ഡെത്തിന്റെ ടോട്ടൽ നമ്പർ എന്നാണ്. അല്ല, ആദ്യം പറഞ്ഞത് ഡെത്ത് ഡിസ്ചാർജ് എന്നാണ്. ഡെത്ത് ആൻഡ് ഡിസ്ചാർജ് എന്നാവൂലേ ഗ്രോസില്? ഏത് ഗ്രോസ് മോർട്ടാലിറ്റിയിലാണ്? ഡിനോമിനേറ്ററില് ഡെത്ത് ആൻഡ് ഡിസ്ചാർജ് ഇൻ ഹോസ്പിറ്റൽ എന്നാണോ? ഇല്ല, ഡെത്ത് ഡിസ്ചാർജിന്റെ ടോട്ടൽ നമ്പർ എന്നാണ് അതിനകത്ത് തന്നേക്കുന്നത്. ഡെത്ത് ഡിസ്ചാർജിന്റെ ടോട്ടൽ നമ്പർ ആണ് ഈ ഗ്രോസ് മോർട്ടാലിറ്റി റേറ്റിൽ പറഞ്ഞേക്കുന്നത്. ഇവിടെ ഡെത്ത് ഡിസ്ചാർജ് ഉദ്ദേശിക്കുന്നത് ഇപ്പോ ചില പേഷ്യന്റ് ക്രിട്ടിക്കൽ എല്ലാം ആയിക്കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോ ഡോക്ടർമാർ പറയില്ല ഇനിയിപ്പോ പ്രതീക്ഷയൊന്നുമില്ല, കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞു വിടൂലേ, അതാണ് ഉദ്ദേശിക്കുന്നത്. വീട്ടിൽ കൊണ്ടുപോകുമെന്നും പറഞ്ഞ് ഡിസ്ചാർജ് ആക്കി വിടുന്നവരും ഉണ്ടല്ലോ, വിടുന്ന പേഷ്യൻസ് ഉണ്ടല്ലോ. ഓൾറെഡി അവരുടെ ഡെത്ത് നമുക്ക് പ്രതീക്ഷിക്കാം. ഹോസ്പിറ്റലിൽ നിന്ന് മടക്കി വിടൂലേ, അങ്ങനെയുള്ളത് എക്സ്പെക്ടഡ് ഡെത്ത് ആണ് ഡെത്ത് ഡിസ്ചാർജ് എന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ. ഇനി അടുത്ത ഈ ഡെഫിനിഷൻ ആണ് കേട്ടോ നിങ്ങൾക്ക് അങ്ങനെ ചോദിച്ച് കണ്ടിട്ടുള്ളൂ. പ്രീവിയസ് 1-2 ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ഈ ഏരിയന്ന് ചോദിച്ചു. അപ്പൊ ഡീറ്റെയിൽ ആയിട്ടെന്ന് പറഞ്ഞാൽ ഈ ഡെഫിനിഷൻ മാത്രമേ ചോദിച്ചു കണ്ടിട്ടുള്ളൂ. അപ്പൊ ഈ ഡെഫിനിഷൻ നിങ്ങൾ ഇതുപോലെ തന്നെ പഠിക്കാം. അത് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ഒക്കെ തിരിച്ചിട്ടാ ചോദിച്ച് കണ്ടേക്കുന്നത്. ഡെഫിനിഷൻ ആയിട്ട് എഴുതാനല്ല, ഇതിന്റെ ഡെഫിനിഷൻ തരും, അതിനെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് വരുത്തിയിട്ട് അല്ലെങ്കിൽ ഡിവൈഡ് ബൈ ഇൻറ്റു 100 ആണെങ്കിൽ അവിടെ ഡിവൈഡ് ബൈ 100 അങ്ങനെ ഒരു ചെറിയ ഡിഫറൻസ് വന്നിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ നോട്ടിലേക്ക് നിങ്ങളൊന്ന് എഴുതിക്കോ, കുറച്ചും കൂടി ക്ലിയർ ആവും. ഇത് ഡയറക്റ്റ് ഇതുപോലെ തന്നെ പഠിക്കും. ഇങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളൂ. ഓക്കെ, ഇനി അടുത്തത് ICU സ്പെസിഫിക് മോർട്ടാലിറ്റി റേറ്റ്. അപ്പൊ അത് ഇത് എങ്ങനെയായിരിക്കും? ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ഇൻ ICU പേഷ്യന്റ് ഇൻ എ പീരീഡ് എന്നാട്ടോ അവിടെ. ഇന്നെ പീരീഡ് ഒന്ന് വെട്ടിയിട്ട് പീരീഡ് എന്നാക്കാം. ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ഇൻ ICU പേഷ്യൻസ് ഇൻ എ പീരീഡ്. എന്താ അവിടെ ICU ഒരു പ്രത്യേക പീരീഡില്, അത് ടൈം ഇമ്പോർട്ടന്റ് ആണ്, ഒരു പ്രത്യേക പീരീഡില് ആ ICUല് സംഭവിച്ച ഡെത്ത്. ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ഇൻ ICU പേഷ്യൻസ്. ICU കിടക്കുന്ന പേഷ്യൻസ് ഇത്ര പേര് ഇപ്പൊ ഈ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസത്തില് ICU കിടക്കുന്ന എത്ര പേഷ്യന്റ് മരിച്ചു, അതാണ് മൊത്തത്തിൽ എടുക്കുന്നില്ല. അവിടെ ICUവിന് സംഭവിച്ച ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് മാത്രമേ അവിടെ എടുക്കുന്നുള്ളൂ. ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ഇൻ ICU പേഷ്യൻസ് ഇൻ എ പെൻഡന്റ് പീരീഡ് in a period divided by total number of patients discharged from ICU in that period.
the total number of patients discharged from ICU. ആ ഒരു ICU നിന്ന് ഡിസ്ചാർജ് ചെയ്തിട്ടുള്ള മടക്കി കൊണ്ടുപോയിട്ടുള്ള പേഷ്യൻസ് അവർക്കുടെ ടോട്ടൽ എണ്ണം. Total number of patients discharged from ICU in that period into 100. അപ്പൊ നമ്മള് ICUല് മൊത്തം അവിടെ കിടന്ന ഇന്നൊരു പീരീഡില് അവിടെ ICUല് മരിച്ച പേഷ്യൻസിന്റെ നമ്പറിനെ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പേഷ്യന്റ് ഡിസ്ചാർജ് ഫ്രം ICU ഇൻ ദാറ്റ് പീരീഡ്. ആ ഒരു പീരീഡിൽ നിന്ന് ICU ഡിസ്ചാർജ് ചെയ്ത നമ്പർ ഓഫ് പേഴ്സന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. ആ ഇക്വേഷൻ ഒന്ന് എഴുതി വെക്കുക. ICU സ്പെസിഫിക് മോർട്ടാലിറ്റി റേറ്റ്. ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ഇൻ ICU പേഷ്യന്റ് ഇൻ എ പീരീഡ്. ഒരു പ്രത്യേക പീരീഡില് ICUല് കിടക്കുന്ന പേഷ്യൻസ് സംഭവിച്ച ഡെത്തിന്റെ ആകെ എണ്ണം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പേഷ്യന്റ് ഡിസ്ചാർജ് ഫ്രം ICU ഇൻ ദ പീരീഡ്. ആ പീരീഡിൽ നിന്ന് ICUയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത ടോട്ടൽ നമ്പർ ഓഫ് പേഷ്യൻസ് അവരുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. ഇനി നോക്കിയേ, നോട്ട് ഓൾ സിമിലർ ലൈൻസ് കണ്ടീഷൻ സ്പെസിഫിക് ഓർ സ്പെഷ്യലി specific death rate can also be calculated like maternity mortality rate etc. ഇതേ സിമിലർ ആയിട്ടുള്ള രീതിയിൽ തന്നെ ഈ പ്രസവ മരണ നിരക്ക് പോലെയുള്ള കാര്യങ്ങൾ, മെറ്റർനിറ്റി മോർട്ടാലിറ്റി റേറ്റ്, പ്രസവ സമയത്ത് സംഭവിക്കുന്ന മരണങ്ങളുണ്ടല്ലോ, അങ്ങനെയുള്ള പോലുള്ള അവസ്ഥയിലും പ്രത്യേക നിർദ്ദിഷ്ട മരണനിരക്കും നമുക്ക് ഇതേ ഇതിപ്പോ ICUലെ പേഷ്യൻസ് പറഞ്ഞ പോലെ തന്നെ ഈ മെറ്റർനിറ്റി മോർട്ടാലിറ്റി റേറ്റും ഇതേ സാമാന്യമായ രീതിയിൽ തന്നെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അതേ രീതിയിൽ തന്നെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അതിന്റെ ഇക്വേഷൻ ഒന്നും വേറെ ഒന്നും പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല. അപ്പൊ ഇത് 4 നിങ്ങൾ പഠിച്ചു വെക്കുക. ഇക്വേഷൻസ് ആയിട്ട് തന്നെ ചോദിച്ചു കണ്ടിട്ടുള്ളൂ. അപ്പൊ ഏതൊക്കെയാണെന്നുള്ളത് നോക്കി മനസ്സിലാക്കാം. ഇനി അടുത്തത് അപ്പൊ ഇക്വേഷൻസ് ജസ്റ്റ് ഒന്ന് നോക്കി എഴുതി വെച്ചേക്കുന്ന 4 ഇക്വേഷനാണ് നമ്മൾ എഴുതി വെച്ചേക്കുന്നത്. ആദ്യം ഫസ്റ്റ് മോർട്ടാലിറ്റി റേറ്റ്, നമ്പർ ഓഫ് ഡെത്ത്, അവിടെ ഇൻ എ ഗിവൺ ഇയർ ആൻഡ് ഗിവൺ ഏരിയ, ഒരു പ്രത്യേക പോപ്പുലേഷനിൽ ഒരു പ്രത്യേക പീരീഡിൽ സംഭവിച്ച നമ്പർ ഓഫ് ഡെത്തിനെ ഡിവൈഡഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതിന് പെർ ഡേയിലേക്ക് ആണെങ്കിൽ ഡിവൈഡഡ് ബൈ 365 കൊണ്ട് വീണ്ടും അതിനെ ഡിവൈഡ് ചെയ്യുക. പെർ ഡേയിലെ ആണ് അത്. നമ്പർ ഓഫ് ഡെത്ത് ഡിവൈഡഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ 365. ഇനി ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് നമ്മൾ മൊത്തത്തിലുള്ള ഒരു മോർട്ടാലിറ്റി റേറ്റ്, അതാണ് ഗ്രോസ് മോർട്ടാലിറ്റി റേറ്റ്, അത് കാണാനുള്ള ഇക്വേഷൻ ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ഹാപ്പൻ ഇൻ ദ ഹോസ്പിറ്റൽ ഇൻ എ പീരീഡ്. ആ പീരീഡിൽ മൊത്തം സംഭവിച്ച ഡെത്ത് ആ ഹോസ്പിറ്റലിൽ ആ ഒരു പ്രത്യേക ടൈമിൽ അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക പീരീഡിൽ സംഭവിച്ച മൊത്തം ഡെത്തിനെ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ഡിസ്ചാർജസ് ഡ്യൂറിംഗ് ദാറ്റ് പീരീഡ്. ഡെത്ത് ഡിസ്ചാർജിന്റെ ടോട്ടൽ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. ഇനി നെറ്റ് മോർട്ടാലിറ്റി റേറ്റ് ആണെങ്കിലോ ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ദാറ്റ് ഒക്കർ ആഫ്റ്റർ 48 hours ഓഫ് അഡ്മിഷൻ. ഇവിടെ എങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ആ ഒരു പേഷ്യന്റ് അഡ്മിറ്റ് ആയിട്ട് 48 hours ശേഷം സംഭവിക്കുന്ന ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത്, അത് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ആൻഡ് ഡിസ്ചാർജസ് ഡ്യൂറിംഗ് ദാറ്റ് പീരീഡ് ഇൻറ്റു 100 ചെയ്യുക. പിന്നെ അടുത്ത ICU സ്പെസിഫിക് മോർട്ടാലിറ്റി ആകുമ്പോൾ എന്താണ്, ICUയിൽ കിടക്കുന്ന പേഷ്യൻസ്, ICUയിൽ മാത്രം സംഭവിച്ച ഡെത്തിന്റെ ടോട്ടൽ നമ്പർ, ദ ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ഇൻ ICU പേഷ്യന്റ് ആൻഡ് ഇൻ എ പീരീഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പേഷ്യന്റ് ഡിസ്ചാർജ്ഡ് ഫ്രം ICU ഇൻ ദാറ്റ് പീരീഡ്. ആ പീരീഡിൽ നിന്ന് ICUയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത ടോട്ടൽ നമ്പർ ഓഫ് പേഷ്യന്റ് ഇൻറ്റു 100. ഈ 4 ഇക്വേഷനും ഇതുപോലെ തന്നെയായിട്ട് പഠിച്ചു വെക്കാം. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ ഇപ്പൊ എഴുതി വെച്ചേക്കുന്ന നമ്മൾ നോട്ടിലേക്ക് എഴുതി വെച്ച 4 ഇക്വേഷൻ നോക്കാം. എന്നിട്ട് നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഇനിയിപ്പോ അടുത്ത ആഴ്ച കൊണ്ട് എന്തായാലും നമുക്ക് ഈ ചാപ്റ്റർ തീർക്കണം. പിന്നെ ഒരു ചാപ്റ്റർ കൂടി നമുക്ക് ബാലൻസ് നിൽക്കുന്നുണ്ട്. ഇനി അടുത്താണ് ഇൻഫന്റ് മോർട്ടാലിറ്റി. ഇവിടെ 1000 ആക്കിയത് എന്തുകൊണ്ടാ മോർട്ടാലിറ്റി റേറ്റില്? അതാ പെർ 1000 പീപ്പിളിലാണ് എടുക്കുന്നത്. മോർട്ടാലിറ്റി റേറ്റിന്റെ അത് നമ്മൾ കണ്ടില്ലേ, ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ എ പോപ്പുലേഷൻ.
ഇതിന്റെ ദേ കണ്ടോ, ഇറ്റ് ഈസ് നോർമലി എക്സ്പ്രസ്ഡ് ഇൻ എ പോപ്പുലേഷൻ യൂണിറ്റ് ലൈക്ക് ഡെത്ത് പെർ 1000 പീപ്പിൾ. 1000 ആളുകളിൽ എത്ര പേര് മരിച്ചു എന്നുള്ളത് എടുക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഇൻറ്റു 1000 കൊണ്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് വെച്ചാൽ എന്താ? എന്താ ഇൻഫന്റ്? ശിശു മരണ നിരക്ക് അല്ലെ? ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്, ശിശു മരണ നിരക്കാണ് ഇനി പറഞ്ഞേക്കുന്നത്. Infant mortality rate is the number of resident newborns in a prescribed geographical area dying under, അത് സെയിം സെന്റൻസ് തന്നെയാണ് കേട്ടോ, dying under 1 year of age divided by the number of resident leaves birth for the same geographical area and multiply by the 1000. ഇവിടെ അതിനകത്ത് ആ കൺട്രി സ്റ്റേറ്റ് വീണ്ടും കൺട്രി എന്ന് അവിടെ കൊടുത്തേണ്ട, അത് ആവശ്യമില്ല. കൺട്രി സ്റ്റേറ്റ് എക്സെട്ര എന്ന് കൊടുത്താൽ മതി. ഇനി ഇവിടെ നോക്കിയ ഡെഫിനേഷൻ എന്താ പറഞ്ഞേക്കുന്നത്? ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്, ശിശു മരണ നിരക്ക് എന്ന് പറയുന്നത് ഒരു പ്രത്യേക പ്രിസ്ക്രൈബ്ഡ് ഒരു പ്രത്യേക ആ ജിയോഗ്രാഫിക്കൽ ഏരിയയില് പുതിയതായി ജനിക്കുന്ന കുട്ടികള്, അതായത് ഒരു വർഷത്തിനുള്ളിൽ പുതിയതായി ജനിച്ച അല്ലെങ്കിൽ നവജാത ശിശുക്കളില് ഒരു വർഷത്തിനുള്ളിൽ മരിക്കുന്ന കുട്ടികളുടെ എണ്ണം. ശ്രദ്ധിക്കുക, ഒരു ജിയോഗ്രാഫിക്കൽ ഏരിയയില് ഒരു പ്രത്യേക ജിയോഗ്രാഫിക്കൽ ഏരിയയില് ജനിക്കുന്ന നവജാത ശിശുക്കളിൽ, ഇപ്പൊ ആ ഹോസ്പിറ്റലിലാണെങ്കിലും ഉണ്ടാകുന്ന കുട്ടികളില് ജനിക്കുന്ന നവജാത ശിശുക്കളില് ഒരു വർഷത്തിനുള്ളിൽ മരിക്കുന്ന കുട്ടികളുടെ എണ്ണം, ഡൈയിങ് അണ്ടർ 1 year of age. ഒരു ഹോസ്പിറ്റലില് ഒരു 1000 ഒരു വർഷത്തില് ഒരു 10,000 കുട്ടികൾ ഉണ്ടെങ്കിൽ അതിൽ എത്ര കുട്ടികൾ മരിക്കുന്നു? അപ്പോൾ ഒരു പ്രത്യേക ജിയോഗ്രാഫിക്കൽ ഏരിയയില് ജനിക്കുന്ന നവജാത ശിശുക്കളില് ഒരു വർഷത്തിനുള്ളിൽ ഉണ്ടോ, ആ ഇയർ പറയുന്നുണ്ട്, ഒരു വർഷത്തിനുള്ളില് മരിക്കുന്ന കുട്ടികളുടെ എണ്ണം ഡിവൈഡഡ് ബൈ ഏജ്, അതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? The number of resident leave births for the same geographical area. അപ്പൊ ആ സമയത്ത് താമസിക്കുന്ന ആ തത്സമയം അവിടെയുള്ള ജനങ്ങളുടെ ആ കുട്ടികളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഡിവൈഡഡ് ബൈ the number of resident leave births for the same geographical area. അവിടെ മൊത്തം ജനിക്കുന്ന കുട്ടികളുടെ എണ്ണം ആ സമയത്ത് ആ ഒരു പ്രത്യേക പീരീഡിൽ ആ ജിയോഗ്രാഫിക്കൽ ഏരിയയില് ആ സെയിം ജിയോഗ്രാഫിക്കൽ ഏരിയയില് ആ ജനിച്ച ലീവ് ബർത്ത് ഇപ്പൊ ഉള്ള കുട്ടികളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ആറ്റ് മൾട്ടിപ്ലൈ ബൈ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 1000 കൊണ്ട് ഗുണിക്കണം. ഇവിടെ താഴെ അവിടെ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്, നോക്കി ഒന്നോടെ നോക്കിക്കോ. ഒരു പ്രത്യേക ജിയോഗ്രാഫിക് ഏരിയയില്, ഒരു പ്രത്യേക ഭൂമിശാസ്ത്ര പ്രദേശത്ത് ഒരു ഏരിയ നമ്മൾ എടുക്കുകയാണ്. ഒരു പ്രത്യേക ജിയോഗ്രാഫിക് ഏരിയയില് ജനിക്കുന്ന നവജാത ശിശുക്കളില്, ന്യൂ ബോൺ ബേബീസ് ജനിക്കുന്ന നവജാത ശിശുക്കളിൽ ഒരു വർഷത്തിനുള്ളിൽ മൊത്തം എത്ര പേര് ആ വർഷത്തിൽ ജനിക്കുന്നോ അതില് ആ നവജാത ശിശുക്കളില് ഒരു വർഷത്തിനുള്ളിൽ മരിക്കുന്ന കുട്ടികളുടെ എണ്ണത്തെ എന്തുകൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം? ഡിവൈഡഡ് ബൈ, അപ്പൊ ഒരു പ്രത്യേക പ്രദേശത്ത് ജിയോഗ്രാഫിക്കൽ ഏരിയയില് ഒരു ജനിക്കുന്ന നവജാത ശിശുക്കളില് ഒരു വർഷത്തിനുള്ളിൽ മരിക്കുന്ന കുട്ടികളുടെ എണ്ണത്തെ ആ സെയിം ജിയോഗ്രാഫിക്കൽ ഏരിയയില് താമസിക്കുന്ന ശിശുക്കളുടെ ഇപ്പൊ നിലവിലുള്ള ആ ശിശുക്കളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. നമ്പർ ഓഫ് റെസിഡന്റ് ലീവ് ബർത്ത്, ഇപ്പൊ നിലവിൽ അവിടെ ഉള്ള കുട്ടികളുടെ എണ്ണം കൊണ്ട് ആ ജിയോഗ്രാഫിക്കൽ ഏരിയയില്
ഇപ്പോ ഉള്ള താമസിക്കുന്ന ശിശുക്കളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 100 കൊണ്ട് 100 അല്ല 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ജിയോഗ്രാഫിക്കൽ ഏരിയയുടെ ബ്രാക്കറ്റ് കൊടുത്തേക്കണുണ്ടോ? ഫോർ എ പ്രിസ്ക്രൈബിൾ ടൈം, നോർമലി എ കലണ്ടർ ഇയർ അനുസരിച്ച് ഒരു പ്രത്യേക ടൈമില് പ്രത്യേക ആ സെയിം ജിയോഗ്രാഫിക്കൽ ഏരിയയിൽ തന്നെ ഇപ്പൊ നിലവിലുള്ള ഇപ്പോൾ താമസിക്കുന്ന തത്സമയ ജനത്തിന്റെ ആ ശിശുക്കളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിനെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അവിടെ ആ ഇക്വേഷൻ നോക്കിയാൽ അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും. നമ്പർ ഓഫ് റെസിഡന്റ് ഇൻഫന്റ് ഡിവൈഡഡ് ബൈ, ഇപ്പൊ നമ്മള് നമ്പർ ഓഫ് റെസിഡന്റ് ഇൻഫന്റ് ഡിവൈഡഡ് ബൈ ഡെത്ത് നമ്പർ ഓഫ് റെസിഡന്റ് ലീവ് ബ്രെത്ത്സ്, അതായത് ഇപ്പോൾ ജനിച്ച ഉടനെ മരിക്കുന്ന കുട്ടികളുടെ എണ്ണം ഇൻറ്റു 1000. ഡെത്ത്സ് നമ്പർ ഓഫ് റെസിഡന്റ് ലീവ് ബർത്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യണം എന്നാ പറഞ്ഞേക്കണേ. നമ്പർ ഓഫ് റെസിഡന്റ് ഇൻഫന്റ് ഡിവൈഡഡ് ബൈ ഡെത്ത് നമ്പർ ഓഫ് റെസിഡന്റ് ലീവ് ബർത്ത്. ആ ഇക്വേഷൻ നിങ്ങൾ പഠിക്കാം. അതിന്റെ എന്താ പറയാ, മുകളിലല്ലേ ഡെത്ത് നമ്പർ വേണ്ടത്? നമ്പർ ഓഫ് റെസിഡന്റ് ഇൻഫന്റ്. അതിനകത്ത് തന്നേക്കുന്നത് ആ താമസിക്കുന്ന ഈ ഇപ്പൊ നിലവിലുള്ള ശിശുക്കളുടെ എണ്ണം ഡിവൈഡഡ് ബൈ നാട്ട് അവിടെ ഇക്വേഷനിൽ കൊടുത്തേക്കണത്. അങ്ങനെയാണ്. അത് ശരിയല്ലല്ലോ, മുകളിലല്ലേ നമ്മള് ഇക്വേഷൻ വെച്ച് നോക്കുമ്പോ ഇതിലൊരു ഇതുണ്ടല്ലേ. ഞാനൊന്ന് ചെക്ക്, ടെക്സ്റ്റ് ഇല്ല എന്റെ ഇത്, നോട്ട് മാത്രമേ ഉള്ളൂ. ഒന്ന് ക്ലിയർ ചെയ്യട്ടെ കേട്ടോ, ഞാൻ നോക്കട്ടെ. ഡൈയിങ് അണ്ടർ 1 year of age ഡിവൈഡഡ് ബൈ അതിനെ നമ്പർ ഓഫ് റെസിഡന്റ് ലീവ് ബ്രെത്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അങ്ങനെ തന്നെയാണ് കേട്ടോ. നിങ്ങൾ ഒന്നുകൂടെ നോക്കി, റെസിഡന്റ് ന്യൂ ബോൺ ഇൻ എ പ്രിസ്ക്രൈബ്ഡ് ജിയോഗ്രാഫിക്കൽ ഏരിയയിലുള്ളതിനെ ഒരു വർഷത്തില് അല്ലെ, അതിന്റെ ഇക്വേഷൻ ആ ഇക്വേഷൻ ഇപ്പൊ നിങ്ങൾ എഴുതണ്ട, ഞാൻ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഞാനൊന്ന് ക്ലിയർ ചെയ്ത് പറഞ്ഞു തരാം കേട്ടോ. ഇപ്പൊ എന്റെ ടെക്സ്റ്റ് ഇല്ല കയ്യില്. ഇവിടെ തന്നേക്കുന്ന ഇക്വേഷൻ നമ്പർ ഓഫ് റെസിഡന്റ് ഇൻഫന്റ്, അവിടെ ഉള്ള കുട്ടികളുടെ എണ്ണം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡെത്ത് അല്ല ആദ്യം വേണ്ടത്, അതിനെ ഡിവൈഡ് ചെയ്യണം. നമ്മള് മുകളിൽ പറഞ്ഞു വെച്ച് നോക്കുമ്പോ അങ്ങനെയാ വരേണ്ടത്. അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഫോണിലൊന്ന് നോക്കട്ടെ, ഒരു മിനിറ്റ് ഒന്ന് ക്ലിയർ ചെയ്ത് നമുക്ക് പോവാം. ടെക്സ്റ്റ് എന്റെ കയ്യിലില്ല. ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കി. Number of infant ഇവിടെ നിങ്ങള് അപ്പൊ ഇതിനകത്ത് എഴുതിയേക്കണേൽ ഒരു മിസ്റ്റേക്ക് ആയിരിക്കും. ഇപ്പൊ ഞാനിപ്പോ ഗൂഗിളിൽ നോക്കിയപ്പോ ഇതിനകത്ത് തന്നേക്കുന്നത് ജസ്റ്റ് ഞാനൊന്ന് വായിക്കാം. ഇതിനകത്ത് തന്നേക്കുന്ന എങ്ങനെ, ഡെത്ത് ടേക്കിംഗ് ദ നമ്പർ ഓഫ് ഇൻഫന്റ് ഡെത്ത് ഡ്യൂറിംഗ് ദ ഫസ്റ്റ് ഇയർ ഓഫ് ദ ലൈഫ് ആൻഡ് ഡിവൈഡഡ് ബൈ ദ നമ്പർ ഓഫ് ലീവ് ബ്രെത്ത്സ് ത്രൂ ദ സെയിം ഇയർ ആൻഡ് ദെൻ മൾട്ടിപ്ലൈ ബൈ ദ 1000 എന്നാണ് ഇതിനകത്ത് തന്നേക്കുന്നത്. നിങ്ങൾ ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അത് അങ്ങനെ തന്നെയാണ്, നമ്മൾ ആദ്യം പറഞ്ഞതാണ്. അപ്പൊ ചിലപ്പോ ഈ ഇക്വേഷൻ ചിലപ്പോ വന്ന ഒരു മിസ്റ്റേക്ക് ആയിരിക്കും. ഇതിനകത്ത് ഇവിടെ തന്നേക്കുന്നത്
the number of infant death during the first year of the life and dividing it by the number of live births കൊണ്ട് divide ചെയ്യുക. Then multiplying by the 1000. അപ്പൊ അതിനകത്ത് വന്നേക്കുന്ന ഒരു ഇതായിരിക്കും. ഡെത്ത് തന്നെയാണ് മോളിൽ കൊടുത്തേക്കുന്നത്. ഡിവൈഡ്. ഓക്കെ, അത് അടുത്ത ദിവസം തന്നെ അതൊന്ന് ക്ലിയർ ചെയ്തിട്ട് ഇക്വേഷൻ എഴുതാം കേട്ടോ. അവിടെ ഒരു ഇച്ചിരി സ്പേസ് വിട്ടാൽ മതി. നമ്മള് ഡെപ്ത് തന്നെയല്ലേ മുകളിലെടുത്തത്? ആ, ഡെപ്ത് ആണല്ലോ. അപ്പൊ ഇതും അങ്ങനെ തന്നെ വരും. ഡെപ്ത് ആണ്. അങ്ങനെ ആയിരിക്കും. പക്ഷെ എനിക്കൊന്ന് ചെക്ക് ചെയ്യാതെ നിങ്ങൾക്ക് ഇപ്പോ ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ആ ഇക്വേഷൻ നമുക്ക് അടുത്ത ദിവസം ക്ലിയർ ചെയ്തിട്ട് എഴുതാം കേട്ടോ. അതിന്റെ താഴെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ടല്ലോ. എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ താഴെ ഒരു എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. 1300 infant death in 2008 among the state residents. ഇപ്പോ സ്റ്റേറ്റ് റെസിഡൻസ് അനുസരിച്ച് ഈ സ്റ്റേറ്റിലുള്ള സംസ്ഥാന നിവാസികൾക്കിടയിൽ 2008 1300 ഇൻഫന്റ് ഡെത്ത് ആണ് അവിടെ പറഞ്ഞേക്കുന്നത്. 2008 നമ്മുടെ സ്റ്റേറ്റിന് വെച്ച് നോക്കുമ്പോൾ 2008 1300 ഇൻഫന്റ് ഡെത്താ പറഞ്ഞേക്കുന്നത്. ഇൻഫന്റ് ഡെത്ത്. ഓക്കെ, അടുത്തത് ഇവിടെ തന്നേക്കുന്ന ഇൻഫന്റ് ഡെത്ത് എന്തോ സഫിയ പറഞ്ഞോ. നമ്പർ ഓഫ് ഇൻഫന്റ് ഡെത്ത് ആണ് മുകളിൽ വരേണ്ടത്. അത് അതിനകത്ത് വന്നേക്കുന്ന ഒരു മിസ്റ്റേക്ക് ആണ്. ഞാനിപ്പോ ഗൂഗിളിൽ നോക്കിയിട്ട് അത് തന്നെയാ കൊടുത്തേക്കുന്നത്. അവിടെ ഡെത്തിന്റെ ഇത് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് റെസിഡന്റ് ലീവ് ബ്രത്ത് ആണ് ശരിക്കും വരേണ്ടത്. അപ്പൊ ഞാൻ അടുത്ത ക്ലാസ്സിൽ എഴുതിയാൽ മതി. ഇക്വേഷൻ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് തന്നെ അടുത്ത ക്ലാസ്സിൽ എഴുതിയാൽ മതി കേട്ടോ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അത് എഴുതാം. അത് അവിടെ നിന്നോട്ടെ. ഓക്കെ, ചെക്ക് ചെയ്തിട്ട് നമുക്കൊന്ന് എഴുതിയാൽ മതി. ഓക്കെ, അടുത്തതിലേക്ക് വന്നേ. എക്സാമ്പിൾസ് ഇവിടെ തന്നിട്ടുണ്ട്. 1300 ഇൻഫന്റ് ഇൻ 2008 among the state residents. ഈ സ്റ്റേറ്റ് റെസിഡൻസ് സംസ്ഥാന ഇത് വെച്ച് നോക്കുമ്പോൾ 2008 1300 ഇൻഫന്റ് ഡെത്ത് ആണ്. 1300 ഇൻഫന്റ് ഡെത്ത്. 1,50,000 ലീവ് ഡെത്ത് ഇൻ 2008 to the state residents. 1300 divided by അപ്പൊ അവിടെ നോക്കിയേ ഇൻഫന്റ് ഡെത്ത് തന്നെയാണ് അവിടെ കൊടുത്തേക്കണേ. 1300 divided by 1,50,000 into 1000. കണ്ട അവിടെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലെ. ഇൻഫന്റ് ഡെത്ത് തന്നെയായിരിക്കും അപ്പൊ അവിടെ വരുന്നത് അല്ലെ. കണ്ട ആ ഇക്വേഷൻ എക്സാമ്പിളിൽ അവിടെ ക്ലിയർ. അപ്പൊ നിങ്ങൾ അതൊന്ന് കറക്റ്റ് ചെയ്താൽ മതി. അപ്പൊ number of infant death divided by number of resident live birth. അവിടെ ആ ഡെത്ത് എന്നുള്ളത് ഇപ്പറേക്ക് അത് ചിലപ്പോ ഇത് പ്രിന്റ് ചെയ്തതിന്റെയോ അങ്ങനെ ആ ഒരു മിസ്റ്റേക്ക് വന്നതായിരിക്കും. അതൊന്നും ഇപ്പൊ കറക്റ്റ് ചെയ്തോന്നാ. എന്നിട്ട് ഇക്വേഷൻ അങ്ങനെ എഴുതിക്കോട്ടോ. താഴെ എക്സാമ്പിൾ ക്ലിയർ ആയിട്ട് അവിടെ ഇൻഫന്റ് കഴിഞ്ഞിട്ട് ഇൻഫന്റ് ഡെത്ത് കഴിഞ്ഞിട്ട് ആ ബാർ ഇട്ട് കൊടുത്താൽ മതി. ബാർ അതാണ് അവിടെ സംഭവിച്ചത്. ഇൻഫന്റ് ഡെത്ത് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് റെസിഡന്റ് ലീവ് ബർത്ത്. ഓക്കെ അല്ലേ? എക്സാം ഇത് എഴുതിക്കങ്ങ്. അതിനകത്ത് വന്ന മിസ്റ്റേക്ക് എക്സാമ്പിൾസിൽ ക്ലിയർ ആണ്. ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് ഈക്വൽ നമ്പർ ഓഫ് റെസിഡന്റ് infant death divided by number of resident live births. Number of resident live births. Into 1000. Okay. എഴുതിയോ? ഡെഫിനിഷൻ എഴുതിയോ?
ഡെഫിനിഷണൽ ഇക്വേഷൻ ഫോർമുല ആയിട്ട് എഴുതുക. നമ്പർ ഓഫ് റെസിഡന്റ് ഇൻഫന്റ് ഡെത്ത് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് റെസിഡന്റ് ലിവ് ഡെത്ത്സ് ഇൻറ്റു 1000. ഇനി നോക്കിയ എക്സാമ്പിൾ ഇവിടെ തന്നേക്കുന്നത് കണ്ടോ, 1300 ഇൻഫന്റ് ഡെത്ത് ഇൻ 2008. 2008 1300 ഇൻഫന്റ് ഡെത്തും, അതുപോലെ തന്നെ ആ സെയിം 2008 തന്നെ 1,50,000 ലിവ് ഡെത്തും തന്നിട്ടുണ്ട്. അപ്പൊ അവിടെ ഇക്വേഷൻ എങ്ങനെയാ വരുന്നത്? ഇൻഫന്റ് ഡെത്ത് ഡിവൈഡഡ് ബൈ 1300 ഡിവൈഡഡ് ബൈ 1,50,000 ഇൻറ്റു 1000. ക്ലിയർ അല്ലേ? അപ്പൊ 8.7 ആണ് അതിന്റെ, അത് നമ്മൾ ചെയ്യുമ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 8.7 ഇൻഫന്റ് ഡെത്ത് പെർ എത്രയാണ് 1000 ലിവ് ഡെത്ത്സ് ഇൻ 2008 among സ്റ്റേറ്റ് റെസിഡൻസ്. ഓക്കെ, ഇക്വേഷൻ ഇപ്പൊ തന്നെ നിങ്ങളുടെ പ്രിന്റഡ് നോട്ടിൽ അതൊന്ന് കറക്റ്റ് ചെയ്യാം കേട്ടോ. ഇനി ഇവിടെ നോക്കിയ ഇൻ ഹോസ്പിറ്റൽ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് ഈക്വൽ ടോട്ടൽ നമ്പർ ഓഫ് ഇൻഫന്റ് ഡെത്ത് അറ്റ് ഹോസ്പിറ്റൽ. ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലോ, ടോട്ടൽ നമ്പർ ഓഫ് ഇൻഫന്റ് ഡെത്ത് അറ്റ് ഹോസ്പിറ്റൽ ഇൻ എ പീരീഡ് divided by total number of infant discharges and death during that period into 100. അതുകൂടി ഒന്ന് എഴുതി വെക്കുക കേട്ടോ. ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് ഈക്വൽ ടോട്ടൽ. നമുക്ക് ഇക്വേഷൻ ഏത് രീതിയിലാണ് ചോദിക്കുകയെന്ന് അറിയില്ല, അപ്പൊ ഓപ്ഷൻ നോക്കിയിട്ട് തന്നെ നിങ്ങൾ അത് കറക്റ്റ് ചെയ്യണം. ടോട്ടൽ നമ്പർ ഓഫ് ഇൻഫന്റ് ഡെത്ത് അറ്റ് ഹോസ്പിറ്റൽ ഇൻ എ പീരീഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ number infant discharges and death during that period. ഡിസ്ചാർജ് ചെയ്തതും അതേ സമയത്ത് ഡെത്ത് സംഭവിച്ചു, ഡിസ്ചാർജ് ചെയ്തിട്ട് ഡെത്ത് സംഭവിച്ചവര് ഇൻറ്റു 100. ടോട്ടൽ നമ്പർ ഓഫ് ഇൻഫന്റ് ഡിസ്ചാർജസ് ആൻഡ് ഡെത്ത് ഡ്യൂറിംഗ് ദ പീരീഡ്. ഓക്കെ, ഇനി അടുത്ത നെക്സ്റ്റ് പ്രിവാലൻസ് ഓഫ് എ ഡിസീസ്. പ്രിവാലൻസ് എന്ന് വെച്ചാൽ എന്താ? Prevalence, Prevalence. The prevalence. മുംബൈയിലുള്ളതാണോ പ്രിവാലൻസ്? മുംബൈയിലുള്ള അസുഖങ്ങളാണോ, അല്ലെങ്കിൽ അസുഖങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നതോ? അത് എന്താ പറയാ, സ്പ്രെഡ് ചെയ്യാന്നുള്ള, വ്യാപിക്കുക എന്നുള്ളതാണ് പ്രിവാലൻസ് ഓഫ് എ ഡിസീസ്. ഡിസീസിന്റെ വ്യാപനം. Prevalence of a disease. Prevalence referred to as prevalence rate is the proportion of person in a population who are affected with a particular disease or attributes at a specific point in time or over specific period. എന്താണ് prevalence എന്ന് പറയുന്നത്? ഒരു സ്പെസിഫിക് പോയിന്റ് ഓഫ് ടൈമില്, ഒരു സ്പെസിഫിക് പോയിന്റ് ഓഫ് ടൈമില് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് പീരീഡില്, ഒരു സ്പെസിഫിക് പോയിന്റ് ഓഫ് ടൈമില് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് പീരീഡില്, ഒരു പ്രത്യേക കാലയളവില് അല്ലെങ്കിൽ ഒരു പ്രത്യേക ടൈമില് ഒരു പ്രത്യേക രോഗമോ, ഒരു പർട്ടിക്കുലർ ഡിസീസ്, ഒരു പ്രത്യേക രോഗമോ അല്ലെങ്കിൽ അട്രിബ്യൂട്ട്സോ ബാധിച്ച ഒരു ഡിസീസ് തന്നെയാണ് അട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. ഡിസീസ് ഓർ അട്രിബ്യൂട്ട്സ്, ഒരു പ്രത്യേക രോഗമോ ബാധിച്ച ഒരു ജനസംഖ്യയിലെ, ഒരു പോപ്പുലേഷനിലെ പേഴ്സൺസിന്റെ പ്രപ്പോർഷൻ ആണ് പ്രിവാലൻസ് റേറ്റ് എന്ന് പറയുന്നത്. എന്നോട് പറയാം, ഒരു സ്പെസിഫിക് പോയിന്റ് ഓഫ് ടൈമില്, ഒരു പ്രത്യേക ടൈം ഉണ്ടാവും, ഒരു സ്പെസിഫിക് പോയിന്റ് ഓഫ് ടൈമില്, ഒരു സ്പെസിഫിക് പീരീഡില്, ഒരു പ്രത്യേക കാലയളവില് ഒരു പ്രത്യേക രോഗം മൂലം, ഒരു പ്രത്യേക രോഗം ബാധിച്ച ഒരു പോപ്പുലേഷന്റെ, ഒരു പ്രത്യേക രോഗം ബാധിച്ച ഒരു പോപ്പുലേഷന്റെ വ്യക്തികളുടെ പ്രപ്പോർഷൻ, പേഴ്സൺസിന്റെ പ്രപ്പോർഷൻ ആണ്. പ്രപ്പോർഷൻ ഓഫ് എ പേഴ്സൺ ഇൻ എ പോപ്പുലേഷൻ. ഒരു പോപ്പുലേഷനില്, ഒരു പ്രത്യേക പോപ്പുലേഷനില് പേഴ്സൺസിന്റെ പ്രപ്പോർഷൻ, ഇതിനാണ്
പ്രിവാലൻസ് റേറ്റ് എന്ന് പറയുന്നത്. ഇസ് ദ പ്രിപ്പോർഷൻ. ഇപ്പൊ ഡാഷ് ഇസ് ദ പ്രിപ്പോർഷൻ ഓഫ് എ പേഴ്സൺ ഇൻ എ പോപ്പുലേഷൻ ഹു അഫക്റ്റഡ് വിത്ത് എ പർട്ടിക്കുലർ ഡിസീസ് at a specific point of time or over a specific period. അതിനാണ് പ്രിവാലൻസ് റേറ്റ് എന്ന് പറയുന്നത്. രോഗവ്യാപന നിരക്ക്. പ്രിവാലൻസ് is a measure of disease that let us determine a person's likelihood of having a disease. So the number of prevalence cases in the total number of cases of disease that exist in a population. എന്താ പറഞ്ഞേക്കുന്നത്? അതായത് ഒരു പേഴ്സൺസിന്റെ രോഗം എന്താണെന്ന് നമുക്ക് ഒരു ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമ്മെ അനുവദിക്കുന്ന ഒരു രോഗത്തിന്റെ ആ ഒരു അളവിനെയാണ് പ്രിവാലൻസ് എന്ന് പറയുന്നത്. പ്രിവാലൻസ് ഈസ് എ മെഷർ ഓഫ് ഡിസീസ്. ആ ഡിസീസ് നമുക്ക് മെഷർ ചെയ്യില്ലേ? മെഷർ ഓഫ് ഡിസീസ് ദാറ്റ് ലെറ്റ് us determine a person likelihood of having a disease. ഒരു പേഴ്സന്റെ രോഗം നമുക്ക് നിർണ്ണയിക്കാനായിട്ട് നമ്മെ അനുവദിക്കുന്ന ഒരു രോഗത്തിന്റെ ഒരു അളവിനെയാണ് പ്രിവാലൻസ് എന്ന് പറയുന്നത്. So the number of prevalence cases is the total number of cases of disease that exist in a population. എന്താ പറഞ്ഞേക്കുന്നത്? The prevalence, so the number of prevalence cases എന്ന് പറയുന്നത് the total number of cases of disease. അവിടുത്തെ ആ ഡിസീസിന്റെ ടോട്ടൽ കേസുകൾ that exist in a particular population. ഒരു പ്രത്യേക പോപ്പുലേഷനിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ആ നമ്പർ ഓഫ് ഈ ടോട്ടൽ നമ്പർ ഓഫ് കേസസ്, ആ കേസസിനെയാണ് നമ്മൾ പ്രിവാലൻസ്, ദ നമ്പർ ഓഫ് പ്രിവാലൻസ് കേസസ് എന്ന് പറയുന്നത്. The number of prevalence cases is the total number of cases of disease. ആ ഡിസീസിന്റെ ആകെ ആ കേസുകളുടെ ആകെ നമ്പർ that exist in a population. ആ ഒരു പോപ്പുലേഷനിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ടോട്ടൽ നമ്പർ ഓഫ് കേസസ്, പ്രിവാലൻസ് കേസസ്. ഇനി അടുത്തത്, the prevalence is measured by dividing the number of persons with the disease or condition at a particular time point by which the number of individual examined. അതായത് ഒരു പ്രത്യേക സമയത്ത് എന്തെങ്കിലും ഡിസീസ് കൊണ്ടോ അല്ലെങ്കിൽ രോഗാവസ്ഥയൊക്കെ ഉള്ള ആളുകളുടെ എണ്ണം അതിനെ നമ്മൾ ഡിറ്റർമിൻ ചെയ്ത ആ രോഗം ഡിറ്റർമിൻ ചെയ്ത പേഴ്സന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ ആ പ്രിവാലൻസ് മെഷർ ചെയ്യുന്നത്. പ്രിവാലൻസ് ഈസ് മെഷേർഡ് ബൈ ഡിവൈഡിങ് ദ നമ്പർ ഓഫ് പേഴ്സൺ വിത്ത് ദ ഡിസീസ് ഓർ കണ്ടീഷൻ. അപ്പൊ ആ ഒരു ഡിസീസോ അല്ലെങ്കിൽ പ്രത്യേക രോഗാവസ്ഥയോ ഉള്ള ആളുകളുടെ എണ്ണം, നമ്പർ ഓഫ് person, measured by the dividing the number of person with the disease or condition at a particular point of time. ഒരു പർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിൽ ഉണ്ടായ ഡിസീസ് അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ സംഭവിച്ച ആളുകളുടെ എണ്ണത്തെ ഡിവൈഡ് ചെയ്യുക. എന്തുകൊണ്ട്? ബൈ ദ പർട്ടിക്കുലർ ടൈം പോയിന്റ് ബൈ ദ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ എക്സാമിൻ. അവിടെ എക്സാമിൻ ചെയ്ത ഇൻഡിവിജ്വൽസിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. Is measured by dividing the number of persons with the disease or condition at a particular time point by the number of individual examined. നിങ്ങളുടെ പരിശോധിച്ചായി എക്സാമിൻ ചെയ്ത ഇൻഡിവിജ്വൽസിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് പ്രിവാലൻസ് മെഷർ ചെയ്യുന്നത്. ഇനി പ്രിവാലൻസ് ഇമ്പോർട്ടന്റ് എന്താണ്? ഈ പ്രിവാലൻസിന്റെ ഇമ്പോർട്ടന്റ് എന്ന് നോക്കുക. ഈ വ്യാപനത്തിന്റെ അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നോക്കി. The prevalence and the incidence of a diseases are among the most basic measure in epidemiology. എന്താ എപ്പിഡെമിയോളജി എന്ന് പറഞ്ഞേ? എപ്പിഡെമിയോളജി കേട്ടിട്ടുണ്ടോ? എപ്പിഡെമിയോളജി കേട്ടിട്ടുണ്ടോ? എന്ന് എഴുതിക്കേ. എപ്പിഡെമിയോളജി. എപ്പിഡെമിയോളജി EPIDEMIOLOGY. Epidemiology is the epidemiology is the study
and analysis. Study and analysis of the distribution, comma, pattern, and determines determinants, and determinants of health, and disease conditions, in a defined population. എന്താ എപ്പിഡെമിയോളജി എന്ന് പറയുന്നത്? ഇസ് ദ സ്റ്റഡി ആൻഡ് അനാലിസിസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ, പാറ്റേൺ ആൻഡ് ഡിറ്റർമിൻസ് ഓഫ് ഹെൽത്ത് ആൻഡ് ഡിസീസ് കണ്ടീഷൻ ഇൻ എ ഡിഫൈൻഡ് പോപ്പുലേഷൻ. ഒരു പ്രത്യേക പോപ്പുലേഷനില് അവിടത്തെ ഉള്ള എങ്ങനെയാ ആളുകളുടെ എന്തോ ഡിറ്റർമിൻസിന്റെ സ്പെല്ലിംഗ് ഒന്നും കൂടെ പറയാം. ഏതിന്റെയാണ്? ഡിറ്റർമിൻസിന്റെ സ്പെല്ലിംഗ് DETERMINS, determines. എപ്പിഡെമിയോളജി എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്റ്റഡിയാണ്, ഒരു പഠനമാണ്. എന്തിനെ കുറിച്ചാ? ദ അനാലിസിസ് ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ, പാറ്റേൺ, എങ്ങനെയാണ് ഡിസീസ് ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, അതിന്റെ പാറ്റേൺ എങ്ങനെയാണ്, സ്വഭാവം എങ്ങനെയാണ്, ഹെൽത്ത് ആൻഡ് ഡിസീസ്, ആരോഗ്യത്തെ ഡിസീസിനെയൊക്കെ എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്, അങ്ങനെയുള്ള ഇതൊക്കെ നമ്മൾ ഒരു പ്രത്യേക പോപ്പുലേഷനിലെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യുന്നത്, മനസ്സിലാക്കുന്നതിനെ കുറിച്ചുള്ള ഒരു പഠനമാണ്. രോഗവും അതിന്റെ പാറ്റേണും എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത്, ആ ഡിസീസ് എങ്ങനെയൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം എന്നതിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന ഒരു സയന്റിഫിക് സ്റ്റഡിയാണ് എപ്പിഡെമിയോളജി എന്ന് പറയുന്നത്. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ദ പ്രീവാലൻസ് ആൻഡ് ഇൻസിഡൻസ് of a disease among the most basic measures in epidemiology. ഈ രോഗവ്യാപനവും അതുപോലെ തന്നെ ആ ഡിസീസിന്റെ സംഭവവും ഒക്കെ ഒരു പ്രധാനപ്പെട്ട മെഷർ എപ്പിഡെമിയോളജിയിലെ ബേസിക് മെഷേഴ്സ്, എപ്പിഡെമിയോളജിയുടെ ഒരു പ്രധാനപ്പെട്ട മെഷേഴ്സ് ആണ് ഈ പ്രീവാലൻസും രോഗവ്യാപനവും ഇൻസിഡൻസും. രോഗം എങ്ങനെ ഉണ്ടായി അല്ലെങ്കിൽ എങ്ങനെ അത് സ്പ്രെഡ് ചെയ്യുന്നു എന്നതൊക്കെ പറയുന്നത് ഈ എപ്പിഡെമിയോളജിയുടെ ഒരു ബേസിക് മെഷേഴ്സ് ആണ് പറയുന്നത്. The prevalence is the measure of load of disease in a population in a given location at a particular time, as represented in the count of a number of people affected. എന്താ പറഞ്ഞേക്കുന്നതെന്ന് വെച്ചേ, അതായത് നമ്മള് ഈ പ്രീവാലൻസ് ഈസ് മെഷേർഡ് ഓഫ് എ ലോഡ് ഓഫ് ഡിസീസ് ഇൻ എ പോപ്പുലേഷൻ. ഈ രോഗം ബാധിക്കുന്ന അഫക്റ്റ് ചെയ്യുന്ന ആളുകളുടെ എണ്ണത്തില് പ്രതിനിധീകരിക്കുന്നത് പോലെ നമ്മൾ അവർക്ക് നൽകിയിരിക്കുന്ന സ്ഥലത്തും ഒരു പ്രത്യേക സമയത്തും ഒരു പ്രത്യേക ജനസംഖ്യയില് ഉള്ള രോഗത്തിന്റെ ആ ഭാരത്തിന്റെ അളവ്, അതിനെയാണ് പ്രീവാലൻസ് എന്ന് പറയുന്നത്. പ്രീവാലൻസ്. So the prevalence is a measure of disease that let us determine a person likelihood of. നമ്മളിപ്പോ എവിടെയാ? Prevalence important അല്ലേ നമ്മൾ പറഞ്ഞത്? The prevalence is a measure of the prevalence and the incidence of disease are among all the most basic measures in epidemiology. അതാ പറഞ്ഞത്. എപ്പിഡെമിയോളജിനെ വെച്ച് നോക്കുമ്പോഴാണ് അപ്പൊ ഈ രോഗങ്ങൾ എങ്ങനെയൊക്കെ ഉണ്ടായി അല്ലെങ്കിൽ അതിനെ എങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നു, അങ്ങനെയുള്ള സയന്റിഫിക് സ്റ്റഡിയാണ് എപ്പിഡെമിയോളജി എന്ന് പറയുന്നത്. അപ്പോൾ ബേസിക് മെഷേഴ്സ് ആണ് എപ്പിഡെമിയോളജിയുടെ ഒരു ബേസിക് മെഷർ ആണ് ഈ പ്രീവാലൻസും ഇൻസിഡൻസ് എന്ന് പറയുന്നത്. പ്രീവാലൻസ് എന്ന് പറയുന്നത് ആൻഡ് ഇൻസിഡൻസ് ഓഫ് ഡിസീസ്, ഇത് രണ്ടും ആർ ദ among the most basic measures in epidemiology. Prevalence is the measure of load of disease in a particular population.
ഒരു എന്താ പ്രിവാലൻസ് എന്ന് വെച്ചാൽ ഒരു മെഷർ ആണ് ഓഫ് എ ലോഡ് ഓഫ് ഡിസീസ്. ഒരു പ്രത്യേക പോപ്പുലേഷനിൽ ഉണ്ടായ ഒരു ഉണ്ടായ ആ ഡിസീസസിന്റെ ഒക്കെ ഒരു മെഷർ ഇൻ ഗിവൺ ലൊക്കേഷൻ ആൻഡ് പർട്ടിക്കുലർ ടൈം. ഒരു പ്രത്യേക ലൊക്കേഷനിൽ ഒരു പ്രത്യേക ടൈമില് ഉണ്ടായ ആ ഡിസീസ്, പോപ്പുലേഷനിൽ ഉണ്ടായ ഡിസീസിനെ മെഷർ ചെയ്യുന്നതാണ് പ്രിവാലൻസ്. അതാണ് പ്രിവാലൻസ് മെഷർ ചെയ്യുന്നത്. ഇത്ര ഒരു ടൈമില് എത്ര ആളുകൾക്ക് എത്ര ഡിസീസ് ഉണ്ടായി, അല്ലെങ്കിൽ എത്ര പേരിൽ നിന്ന് ആ ഡിസീസ് സ്പ്രെഡ് ചെയ്തു. അതാണ് ദിസ് ഈസ് റെപ്രസെന്റഡ് ഇൻ ദ കൗണ്ട് ഓഫ് എ നമ്പർ ഓഫ് പീപ്പിൾ അഫക്റ്റഡ്. ഇത് കൗണ്ട് ചെയ്യുന്ന എങ്ങനെയാ, എത്ര പേർക്ക് അഫക്ട് ചെയ്തു. അതല്ലേ സ്പ്രെഡ് അല്ലെങ്കിൽ പ്രിവാലൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു ഡിസീസ് ഉണ്ടായി, അത് ആ ഡിസീസ് അവരിൽ നിന്നും എത്ര പേരിലേക്ക് അഫക്ട് ചെയ്തു, എത്ര പേർക്ക് അത് സ്പ്രെഡ് ചെയ്തതു. അത് പ്രിവാലൻസ് റെപ്രസെന്റ് ചെയ്തത് നമ്പർ ഓഫ് പീപ്പിൾ അഫക്റ്റഡ്. അപ്പൊ എത്ര പേർക്ക് അഫക്ട് ചെയ്തു, അതാണ് പ്രിവാലൻസ് എന്ന് പറയുന്നത്, ആ രോഗവ്യാപനം എന്ന് പറയുന്നത്. ഇത് റെപ്രസെന്റ് ചെയ്തത് എത്ര ആളുകൾക്ക് ഈ ഡിസീസ് അഫക്ട് ചെയ്തു, അതാണ് പ്രിവാലൻസ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി ഇവിടെ താഴെ പറയുന്ന കുറച്ച് ഡിസീസാ പറഞ്ഞേക്കുന്നത്. ഡിസീസ് ഹാസ് ദ ഹയസ്റ്റ് പ്രിവാലൻസ്. ഈ ഏറ്റവും കൂടുതൽ പ്രിവാലൻസ് ഉള്ള കുറച്ച് ഡിസീസ് ആണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഈ രോഗത്തിന് ഏറ്റവും കൂടുതൽ വ്യാപനമുണ്ട്. ഏതൊക്കെയാണ്? കാർഡിയോ വാസ്കുലർ ഡിസീസ് അക്കൗണ്ട് ഓഫ് മോസ്റ്റ് NCD ഡെത്ത്സ്. ഒരു മിനിറ്റ്, അതിന്റെ ഒരു മീനിങ് ഉണ്ട്. NCD ഡെത്ത് നമ്മൾ ഈ എക്സ്പാൻഡഡ് ഫോം ഏതാ ചോദിക്കണെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അത് ഓരോന്നും നമ്മൾക്ക് വായിക്കുന്നതിന്റെ ഒപ്പം തന്നെ എഴുതുക. നോൺ കമ്മ്യൂണിക്കബിൾ ഡെത്ത് ഒന്ന് എഴുതി വെക്കട്ടെ അവിടെ. NCD ഡെത്ത് എന്ന് പറയുന്നത് ഡിസീസ് അല്ലേ മിസ്? എന്തോ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് അല്ലേ? ഇവിടെ ഡെത്ത് എന്നാണ് ഇവിടെ കൊടുത്തേക്കുന്നല്ലോ. നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ്, അതൊന്ന് കറക്റ്റ് ചെയ്തു കേട്ടോ. ഡിസീസ് ഡെത്ത്സ് എന്നാണ്. നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് NCD. നോൺ കമ്മ്യൂണിക്കബിൾ COMMUNICABLE. നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. അപ്പൊ ഈ പറയുന്ന താഴെ ഇവിടെ പറഞ്ഞേക്കുന്ന ഈ ഡിസീസസ് എന്ന് പറയുന്നത് ഹയർ പ്രിവാലൻസ് ഉള്ള ഡിസീസ് ആണ്. ഏറ്റവും കൂടുതൽ സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്ന പ്രിവാലൻസ് ഉള്ള ഡിസീസ് ആണ്. കാർഡിയോ വാസ്കുലർ ഡിസീസ് അക്കൗണ്ട് ഫോർ മോസ്റ്റ് NCD നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഡെത്ത്സ് or 70.9 million people yearly, followed by ക്യാൻസേഴ്സ്. അതിന്റെ ഓരോ ഇതാണ് ക്യാൻസർ ബാധിച്ച് മരിക്കുന്നത്. അപ്പൊ കാർഡിയോവാസ്കുലർ ഡിസീസ് ഇതിനകത്ത് വരുന്നത് 70.9 millions ഓഫ് പീപ്പിൾ ഇയർലി, ഓരോ വർഷത്തിലും. അതിന്റെ ഇതൊന്നും നിങ്ങൾ നോക്കണ്ട എത്ര ഇത്. ഇവിടെ 70.9 millions പീപ്പിൾ ഓരോ വർഷത്തിലും മരിക്കുന്നുണ്ട്. ഫോളോഡ് ബൈ ക്യാൻസേഴ്സ്, ക്യാൻസർ മൂലം 9.3 millions, chronic respiratory disease 4.1 millions, and diabetes 2.0 millions, including kidney disease deaths caused by the diabetes. അപ്പൊ ഈ പറയുന്ന ഈ രോഗങ്ങൾക്കൊക്കെ ഹൈലി പ്രിവാലൻസ് ആണ്. ആ ഡിസീസിന്റെ പേരുകൾ മാത്രം നോക്കാം. കാർഡിയോവാസ്കുലർ ഡിസീസ്, പിന്നെ നോൺ കമ്മ്യൂണിക്കബിൾ ഡെത്ത്സ്, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഡെത്ത്സ് ഡിസീസ് ആണ്. നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണ് NCD എന്ന് പറയുന്നത്. പിന്നെ ഫോർ ക്യാൻസേഴ്സ്, ക്രോണിക് റെസ്പിറേറ്ററി ഡിസീസ് ആൻഡ് ഡയബറ്റീസ്. ഡയബറ്റീസിൽ ഇൻക്ലൂഡിംഗ് കിഡ്നി 2.0 million, ഇൻക്ലൂഡിംഗ് കിഡ്നി ഡിസീസ് ഡെത്ത്സ് കോസ്ഡ് ബൈ ദ ഡയബറ്റീസ്. ഡയബറ്റീസ് മൂലം, കിഡ്നി ഡിസീസ് മൂലം ഡയബറ്റീസ് സംഭവിച്ച ഇത് ഡെത്തുകൾ. ഇപ്പൊ ഏതൊക്കെയാണെന്നുള്ള ഡിസീസ് മാത്രം നോക്കിയാൽ മതി.
What increases the prevalence of disease? What increases the prevalence of disease? ഈ prevalence increase ചെയ്യുന്നത്, okay, prevalence increases when new diseases cases are detected on incidence. അതായത് ഒരു പുതിയ രോഗ കേസുകൾ ഡിറ്റക്ട് ചെയ്യുമ്പോഴോ പ്രീവാലൻസ് എപ്പോഴാണ് ഇൻക്രീസ് ചെയ്യുന്നത്? പ്രീവാലൻസ് ഇൻക്രീസസ് വെൻ ന്യൂ ഡിസീസസ് കേസസ് ആർ ഡിറ്റക്റ്റഡ്. ഒരു പുതിയ രോഗം അത് ഡിറ്റക്ട് ചെയ്യുമ്പോൾ prevalence increase ചെയ്യുന്നു. And the prevalence increases when new diseases cases are detected. And prevalence decreases when a patient is either cured or dies. ഒരു രോഗി ക്യൂർ ആവുമ്പോഴോ ഒരു രോഗി സുഖം പ്രാപിക്കുമ്പോഴോ അല്ലെങ്കിൽ മരിക്കുമ്പോഴോ ഈ പ്രീവാലൻസ് ഡിക്രീസ് ചെയ്യുന്നു. ആ ഒരു പോയിന്റ് ഒന്ന് നോട്ട് ചെയ്യണം കേട്ടോ. പ്രീവാലൻസ് ഇൻക്രീസ് ചെയ്യുന്ന എപ്പോഴാണ്? When the prevalence increases, new diseases cases are detected. പുതിയ രോഗ കേസുകൾ ഡിറ്റക്ട് ചെയ്യുമ്പോൾ പ്രീവാലൻസ് ഇൻക്രീസ് ചെയ്യുന്നു. Prevalence increases when new diseases cases are detected. പുതിയ രോഗ കേസുകൾ ഡിറ്റക്ട് ചെയ്യുമ്പോൾ പ്രീവാലൻസ് ഇൻക്രീസ് ചെയ്യുന്നു. ഇനി പ്രീവാലൻസ് ഡിക്രീസ് ചെയ്ത് എപ്പോഴാ? when a patient is either cured or dies. ഒരു പേഷ്യന്റ് ക്യൂർ ആകുമ്പോഴോ രോഗം മാറുമ്പോഴോ അല്ലെങ്കിൽ മരിക്കുമ്പോഴോ ഈ പ്രീവാലൻസ് ഡിക്രീസ് ചെയ്യുന്നു. അത് രണ്ടും ഒന്ന് നോക്കണം കേട്ടോ. അത് തിരിച്ചും നിങ്ങൾക്ക് which of the following is correct, which of the following statement is correct എന്ന് ചോദിച്ച സ്റ്റേറ്റ്മെന്റ് പോലെ വേണമെങ്കിൽ എഴുതാം. അപ്പൊ പ്രീവാലൻസ് ഇൻക്രീസ് എപ്പോഴാ? രോഗവ്യാപന നിരക്ക് രോഗവ്യാപനം ഇൻക്രീസ് ചെയ്യുന്നത് എപ്പോഴാ? പുതിയ കേസുകൾ വരുമ്പോൾ ഡിറ്റക്ട് ചെയ്യുമ്പോൾ, കണ്ടെത്തുമ്പോൾ, പുതിയ കേസുകൾ നമ്മൾ ഡിറ്റക്ട് ചെയ്യുമ്പോൾ കണ്ടെത്തുമ്പോൾ പ്രീവാലൻസ് ഇൻക്രീസ് ചെയ്യും. ഇനി പ്രീവാലൻസ് ഡിക്രീസ് ചെയ്യുന്നത് എപ്പോഴാ? രോഗം മാറുമ്പോഴോ അല്ലെങ്കിൽ മരിക്കുമ്പോഴോ അല്ലെ? when the decreases when a patient is either cured or die. അത് രോഗം മാറുമ്പോഴോ അല്ലെങ്കിൽ മരിക്കുമ്പോഴോ ഒക്കെ പ്രീവാലൻസ് ഡിക്രീസ് ചെയ്യുന്നു. ഇനി ഇവിടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രീവാലൻസ് ആണ് കൊടുത്തേക്കുന്നത്. 3 ടൈപ്സ് ഉണ്ട്. പോയിന്റ് പ്രീവാലൻസ് ഉണ്ട്, പീരിയഡ് പ്രീവാലൻസ് ഉണ്ട്, ലൈഫ് ടൈം പ്രീവാലൻസ് ഉണ്ട്. അപ്പൊ 3 ടൈപ്പ് ഓഫ് പ്രീവാലൻസ്. ഇത് മൂന്നും നോക്കുക. പോയിന്റ് പ്രീവാലൻസ്, പീരിയഡ് പ്രീവാലൻസ്, പിന്നെ ലൈഫ് ടൈം പ്രീവാലൻസ്. പോയിന്റ് പ്രീവാലൻസ് എന്ന് പറഞ്ഞാൽ ദ നമ്പർ ഓഫ് കേസസ് ഓഫ് എ ഹെൽത്ത് ഇവന്റ് അറ്റ് എ സർട്ടൺ ടൈം. എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു നിശ്ചിത സമയത്ത്, ഒരു പ്രത്യേക സമയത്ത് ഒരു ഉണ്ടാകുന്ന ഒരു ആരോഗ്യ പരിപാടികളിൽ ഉണ്ടാകുന്ന ഒരു കേസുകളുടെ എണ്ണം. ദ നമ്പർ ഓഫ് കേസസ് ഓഫ് ഹെൽത്ത് ഇവന്റ്സ് അറ്റ് എ സർട്ടൺ ടൈം. ഒരു പ്രത്യേക ടൈമിൽ ഉണ്ടാകുന്ന ഹെൽത്ത് ഇവന്റിന്റെ കേസുകൾ. The number of cases of a health event at a certain time. ഇതാണ് ഒരു നിശ്ചിത സമയത്ത് ഉണ്ടാകുന്ന ഒരു ആരോഗ്യ പരിപാടിയുടെ കേസുകളുടെ ഹെൽത്ത് ഇവന്റിന്റെ നമ്പർ ഓഫ് കേസുകളുടെ എണ്ണമാണ് പോയിന്റ് പ്രീവാലൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതുപോലെ ചോദിക്കുക, the number of cases of health event at a certain time is called a dash. അവിടെ ഓപ്ഷൻസ് പോയിന്റ് പ്രീവാലൻസ്, പീരീഡ് പ്രീവാലൻസ്, ലൈഫ് ടൈം പ്രീവാലൻസ്, നൺ ഓഫ് ദ എബോവ് അങ്ങനെ കൊടുക്കാം. അപ്പോ the number of cases of a health event at a certain time, ഒരു പ്രത്യേക ടൈമില് ഒരു പ്രത്യേക ഹെൽത്ത് ഇവന്റില് ഉണ്ടാകുന്ന നമ്പർ ഓഫ് കേസസ് ആണ് പോയിന്റ് പ്രീവാലൻസ് എന്ന് പറയുന്നത്. ഇനി പീരീഡ് പ്രീവാലൻസ് ആണെങ്കിലോ the number of cases of health event in reference to the period of 12 months. എന്താ പറഞ്ഞേക്കുന്നത്? എന്താ പറയാ, ഒരു കാലയളവ്. അവിടെ 12 മന്ത് എന്നുള്ള ഒരു പീരീഡ് പറഞ്ഞിട്ടുണ്ട് അല്ലെ? ഒരു കാലയളവിനെ പരാമർശിക്കുന്ന ഒരു കേസുകളുടെ, ഒരു ഹെൽത്ത് ഇവന്റ്സിന്റെ കേസുകളുടെ എണ്ണമാണ്. The number of cases of health events, ഒരു ഹെൽത്ത് ഇവന്റ്സിന്റെ കേസുകളുടെ എണ്ണം in reference to a period of 12 months. പലപ്പോഴും 12 മന്ത്സ് കൂടുമ്പോഴോ സംഭവിക്കുന്ന ഹെൽത്ത് ഇവന്റ്സിന്റെ നമ്പർ ഓഫ് കേസസ് ആണ്. നമ്പർ ഓഫ് കേസസ് ഓഫ് എ ഹെൽത്ത് ഇവന്റ്സ് ഇൻ റെഫറൻസ് ടു എ പീരിയഡ് ഓഫ് 12 മന്ത്സ്. അതാണ് പീരിയഡ് പ്രീവാലൻസ് എന്ന് പറയുന്നത്. ഇനി ലൈഫ് ടൈം പ്രീവാലൻസ് ആണെങ്കിലോ the number of cases of the health event in reference to the
ടോട്ടൽ ലൈഫ് ടൈം, മൊത്തം ലൈഫ് ടൈമിനെ പരാമർശിക്കുന്ന ആ ആരോഗ്യ സംഭവത്തിന്റെ കേസുകൾ, എത്രമാത്രം ആ ഹെൽത്ത് ഇവന്റ്സ് അവിടെ റിപ്പോർട്ട് ചെയ്തു, അതിന് കേസുകളുടെ എണ്ണമാണ്. മൊത്തം ആ ഹെൽത്ത് ലൈഫ് ടൈമിനെ, ടോട്ടൽ ലൈഫ് ടൈമിനെ പരാമർശിക്കുന്ന ആ ഹെൽത്ത് ഇവന്റ്സിന്റെ കേസുകളുടെ എണ്ണം. ദ നമ്പർ ഓഫ് കേസസ് ഓഫ് എ ഹെൽത്ത് ഇവന്റ്സ് ഇൻ റെഫറൻസ് ടു ദ ടോട്ടൽ ലൈഫ് ടൈം. ടോട്ടൽ ലൈഫ് ടൈമിൽ ആ ഒരു മൊത്തം ആയുസിൽ ഉണ്ടാകുന്ന പരാമർശിക്കുന്ന ആരോഗ്യ ഹെൽത്ത് ഇവന്റ്സിന്റെ കേസുകളുടെ എണ്ണമാണ്. നമ്പർ ഓഫ് കേസസ് ഓഫ് ഹെൽത്ത് ഇവന്റ്സ് ഇൻ ടോട്ടൽ ലൈഫ് ടൈമിലാണെങ്കിൽ ലൈഫ് ടൈം പ്രിവാലൻസ് 12 month എന്ന് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്, ഒരു പ്രത്യേക പീരീഡ് ഇത് പറഞ്ഞിട്ടുണ്ട്. എങ്കിലാണ് പീരീഡ് പ്രിവാലൻസ് പോയിന്റ് ദ നമ്പർ ഓഫ് കേസസ് ഓഫ് ഹെൽത്ത് ഇവന്റ് അറ്റ് എ സർട്ടൺ ടൈം, ഒരു പ്രത്യേക ടൈമിലാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ നമ്മൾ പലപ്പോഴും 12 month ആണെന്ന് കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് മൂന്നും അങ്ങനെ തന്നെ നോക്കാം. അതിനകത്ത് ആ ഡെഫിനിഷൻ തന്നിട്ട് അത് ഏത് ടൈപ്പ് ഓഫ് പ്രിവാലൻസ് ആണെന്ന് ചോദിക്കാനേ വരുള്ളൂ. ആ മൂന്നിന്റെ പേര് പറഞ്ഞു വെക്കുക. ഇനി അതിന്റെ ഒരെണ്ണത്തിന്റെ മാത്രം അവിടെ ഫോർമുല തന്നിട്ടുണ്ട്, ഉള്ളത് മാത്രം നമ്മൾ പഠിച്ചാൽ മതി. ദ പോയിന്റ് പ്രിവാലൻസ് കാണാനുള്ള ഫോർമുല നമ്പർ ഓഫ് കേസസ് ഇൻ എ ഡിഫൈൻഡ് പോപ്പുലേഷൻ അറ്റ് വൺ പോയിന്റ് ഓഫ് ടൈം. ഒരു പ്രത്യേക പോയിന്റ് ഓഫ് ടൈമില്, ഒരു ഘട്ടത്തിൽ നിർവചിക്കപ്പെട്ട പോപ്പുലേഷനിലുള്ള കേസുകളുടെ എണ്ണം, നമ്പർ ഓഫ് കേസസ്, എത്രമാത്രം ഡിസീസ് ഉണ്ടായി, എത്രമാത്രം രോഗം ഉണ്ടായി, രോഗം അവിടെ റിപ്പോർട്ട് ചെയ്തു എന്നുള്ള കേസുകളുടെ എണ്ണം. ദ നമ്പർ ഓഫ് കേസസ് ഇൻ എ ഡിഫൈൻഡ് പോപ്പുലേഷൻ അറ്റ് വൺ പോയിന്റ് ഓഫ് ടൈം. ഒരു പ്രത്യേക പോയിന്റ് ഓഫ് ടൈമില് ഒരു പ്രത്യേക ആ ഒരു ഡിഫൈൻഡ് ഒരു പ്രത്യേക പോപ്പുലേഷനിൽ അവിടെ റിപ്പോർട്ട് ചെയ്ത നമ്പർ ഓഫ് കേസസിന്റെ എണ്ണം divided by number of people in a defined population at the same point of time. അതിനകത്ത് ആ ഒരു സെയിം പോയിന്റ് ഓഫ് ടൈമില് മൊത്തം ഉള്ള ആ പോപ്പുലേഷൻ എന്നെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ അതിനകത്ത് ഫസ്റ്റിൽ പറയുന്ന ഏതാണ്? കേസിന്റെ എണ്ണമാണ്, നമ്പർ ഓഫ് കേസസ്. ഒരു പോപ്പുലേഷനിൽ അപ്പൊ അവിടെ റിപ്പോർട്ട് ചെയ്ത നമ്പർ ഓഫ് കേസുകളുടെ എണ്ണത്തെ നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിൾ ഇൻ ആ ഡിഫൈൻഡ് ആ ഒരു പോപ്പുലേഷനിലുള്ള മൊത്തം നമ്പർ ഓഫ് പീപ്പിളിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇതാണ് പോയിന്റ് പ്രിവാലൻസ് കിട്ടുന്ന ഫോർമുല. അതും കൂടി നമ്മൾ നേരത്തെ ഫോർമുലാസ് എഴുതി വെച്ചതിന്റെ കൂട്ടത്തിൽ ഇതും കൂടി ഒന്ന് എഴുതി വെച്ചേ. പോയിന്റ് പ്രിവാലൻസ് ഈക്വൽ number of cases in a defined population at one point of time divided by number of people in a defined population at the same point in time. Number of people in a defined population at the same point of time. ഒരു പ്രത്യേക ഘട്ടത്തില് ആ പോപ്പുലേഷനിലുള്ള കേസുകളുടെ എണ്ണമാണ്. നമ്പർ ഓഫ് കേസസ് ഇൻ എ ഡിഫൈൻഡ് പോപ്പുലേഷൻ ഒരു അറ്റ് വൺ പോയിന്റ് ഓഫ് ടൈം, ഒരു പ്രത്യേക ടൈമില് അവിടെ ആ ഒരു പ്രത്യേക പോപ്പുലേഷനിൽ നമ്മൾ ഈ ഉണ്ടായ നമ്പർ ഓഫ് കേസുകളുടെ എണ്ണം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പീപ്പിൾ ഇൻ എ ഡിഫൈൻഡ് പോപ്പുലേഷൻ. ആ പോപ്പുലേഷനിലുള്ള മൊത്തം എണ്ണം ആ സമയത്ത് അതേ ഒരു ടൈമില് ജനസംഖ്യയുടെ ആളുകളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ അത് ഫോർമുലാസ് നമ്മളിപ്പോ എത്ര 6 എണ്ണായിട്ട് എഴുതിയല്ലേ? 5 എണ്ണാണോ?
5 ഫോർമുലാസ് ആണോ അത് ഒരുമിച്ച് എഴുതി വെച്ചത് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിലാണ്. എക്സാമിന് ഇങ്ങനെ ഫോർമുലാസ് അത് ഫില്ലിന്റെ ബ്ലാങ്ക്സിനകത്ത് ഫോർമുലാസ് അല്ലെങ്കിൽ അതിനകത്ത് മുകളിലുള്ളത് ഏതാണ് അല്ലെങ്കിൽ ഡിനോമിനേറ്ററിൽ വിട്ടുപോയിട്ട് അങ്ങനെ എഴുതാനേ ചോദിച്ചേക്കുന്നത്. അങ്ങനെ കണ്ടിട്ടുണ്ട്. പിന്നെ അതിനകത്ത് ഫോർമുലാസ് കറക്റ്റ് ചെയ്യാനുമാണ് ഇവിടെ തന്നേക്കുന്നത്. പിന്നെ 3 ടൈപ്പ് ഓഫ് പ്രീവാലൻസ് ഇമ്പോർട്ടന്റ് ഞാൻ പറയുന്നുണ്ട്. 3 ടൈപ്പ് ഓഫ് പ്രീവാലൻസ് അതിനകത്ത് 3 എണ്ണം നോക്കുക. അതിന്റെ ഡെഫിനിഷൻ തന്നിട്ട് അത് ഏത് ടൈപ്പ് ഓഫ് പ്രീവാലൻസ് ആണെന്നുള്ളതും ചോദിച്ച് ഞാനിപ്പോ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ തന്നെ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആ ഒരു ഏരിയയിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസും കൂടി ജസ്റ്റ് ഒന്ന് പ്രീവിയസ് ഇയറിൽ ചോദിച്ച 2-3 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസും കൂടി നോക്കി പോകുന്നുണ്ട്. ഈ 2 രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വന്നേക്കുന്നത്. നിങ്ങൾ ആ ഡെഫിനിഷൻസ് തന്നിട്ടുണ്ടെന്ന് വെച്ചാൽ അത് ഓർത്ത് വിഷമിക്കേണ്ട. പിന്നെ ഡെഫിനിഷൻ ആയിട്ട് എന്തായാലും ചോദിക്കില്ല. അപ്പൊ അതിനകത്ത് ആ ഫോർമുലാസ് പഠിക്കുക. പിന്നെ ജസ്റ്റ് എന്താണെന്നൊന്ന് മനസ്സിലാക്കി വെക്കുക. അത് അത്രയും വലിയ പാരഗ്രാഫായിട്ട് തന്നിട്ട് കുറെ ഡെഫിനിഷൻ പോലെ തന്നിട്ട് നിങ്ങൾ പഠിക്കാൻ പാടാണ് അല്ലെങ്കിൽ എന്താ ബുദ്ധിമുട്ടാണെന്നുള്ള ഇതിനകത്ത് ആ ഒരു സെൻസ് ഓഫ് വ്യൂവിൽ നിങ്ങൾ കാണരുത്. ഇതിനകത്ത് നമുക്ക് ആ ഡെഫിനിഷനും പിന്നെ ആ ഡെഫിനിഷൻ എന്ന് വെച്ചാൽ ഫുള്ള് ഡെഫിനിഷൻ ആയിട്ട് എഴുതണ്ട. ഓരോന്നും ജസ്റ്റ് എന്താണ് അപ്പൊ മോർട്ടാലിറ്റി റേറ്റിൽ എന്താ വരുന്നത് അല്ലെങ്കിൽ നമ്മൾ അതിനകത്ത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മോർട്ടാലിറ്റി പറഞ്ഞല്ലോ. ഇൻഫന്റ് മോർട്ടാലിറ്റി അതിനകത്ത് ഓരോ പ്രീവാലൻസ് ആണെങ്കിലും പിന്നെ നെറ്റ് മോർട്ടാലിറ്റി റേറ്റ് അങ്ങനെ ഓരോന്ന് പറഞ്ഞില്ലേ. ഗ്രോസ് മോർട്ടാലിറ്റി റേറ്റ് അത് എന്താണെന്നൊന്ന് മാത്രം മനസ്സിലാക്കി വെക്കുക. ജസ്റ്റ് ആ ഫോർമുലാസ് നോക്കി വെക്കണം. പിന്നെ ഇതിനകത്ത് വന്നേക്കുന്ന ഒരു എക്സ്പാൻഡഡ് ഫോം ആണ് NCD എന്ന് പറഞ്ഞത്. NCD എന്തായിരുന്നു? NCD എന്താ? ഡിസീസ്. കറക്റ്റ് ആക്കിയില്ലേ? നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണ് NCD എന്ന് പറഞ്ഞേക്കുന്നത്. പിന്നെ ഇങ്ങനെയുള്ള എക്സ്പാൻഡഡ് ഫോംസും ആണ് അധികം ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ 3 ടൈപ്പ് ഓഫ് പ്രീവാലൻസ് പറഞ്ഞു. ഇനി നിങ്ങൾ ആ ഫോർമുലാസ് നമ്മൾ എഴുതി വെച്ചേക്കണത് എത്രയാണ് അതിനകത്ത് ഫോർമുലാസിനകത്ത് വരുന്നത് അത് എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. ജസ്റ്റ് നമുക്ക് അതിന്റെ യൂസസും ലിമിറ്റേഷനും അത്രയും കൂടി കഴിഞ്ഞാൽ ഒരു ഏരിയ കഴിഞ്ഞു. പ്രിവാലൻസ് ഇമ്പോർട്ടന്റ് ഒന്നുകൂടെ പറയാമോ മിസ്? 2 സെന്റൻസ് പ്രിവാലൻസ് ഇമ്പോർട്ടന്റ് 2 സെന്റൻസ് ഒന്നുകൂടെ പറയാമോ? പ്രീവാലൻസിന്റെ ഇമ്പോർട്ടന്റ് 2 സെന്റൻസ് ഇല്ല, അതൊന്നുകൂടെ പറയാമോ? ഏതാണ് നോക്കട്ടെ കേട്ടോ, ഒരു മിനിറ്റ്. പ്രീവാലൻസ് ഇമ്പോർട്ടൻസ് അല്ലെ? പറയാട്ടോ. ജസ്റ്റ് ഒന്ന് നിങ്ങൾ ആ ഇത് എഴുതി വെച്ചേക്കണം. ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്തോ. റീഡ് ചെയ്ത് കഴിഞ്ഞോ? ഫോർമുലാസ് ഒന്ന് നോക്കിയോ? ഇനി എന്താ ഇവിടെ നോക്കിയേ? സ്മിതി അല്ലേ ചോദിച്ചത്? ഓക്കെ. പ്രീവാലൻസ് ഇമ്പോർട്ടൻസ് നമ്മുടെ രോഗവ്യാപനത്തിന്റെ ഒരു പ്രാധാന്യം അല്ലെങ്കിൽ അതിന്റെ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് അതാ കൊടുത്തേക്കുന്നത്. ഇതിനകത്ത് പറഞ്ഞേക്കുന്നത് ദ പ്രീവാലൻസ് ആൻഡ് ഇൻസ്റ്റൻസ് ഓഫ് എ ഡിസീസ് ആർ എമംഗ് ദ മോസ്റ്റ് ബേസിക് മെഷേഴ്സ് ഇൻ എപ്പിഡീമിയോളജി. എപ്പിഡീമിയോളജിയുടെ ബേസിക് മെഷേഴ്സിൽ
വരുന്ന രണ്ട് കാര്യങ്ങളാണ് പ്രീവാലൻസ്, രോഗവ്യാപനവും അതുപോലെ തന്നെ ഇൻസിഡൻസും. ആ ഒരു സംഭവം, ഒരു ഡിസീസസിന്റെ എങ്ങനെ ഉണ്ടായി എന്നുള്ളതും അത് സ്പ്രെഡ് ചെയ്യുന്നതും, അങ്ങനെ രണ്ട് കാര്യങ്ങളും ഈ ബേസിക് മെഷേഴ്സ് ആണ്. എപ്പിഡെമിയോളജിയിൽ ഉള്ള ഒരു രണ്ട് ബേസിക് മെഷേഴ്സ് ആണ്. ദ പ്രീവാലൻസ് ആൻഡ് ഇൻസിഡൻസ് ഓഫ് എ ഡിസീസസ് ആർ, ഇത് രണ്ടും among the most basic measures in epidemiology. എപ്പിഡെമിയോളജിയിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് മെഷേഴ്സ് ആണ് പ്രീവാലൻസും അതുപോലെ ഇൻസിഡൻസ് ഓഫ് എ ഡിസീസും പ്രീവാലൻസ് ഓഫ് എ ഡിസീസ് സ്പ്രെഡ് ചെയ്യുന്നതും ഈ സംഭവവും. പ്രീവാലൻസ് എന്ന് പറഞ്ഞ എന്താണ്? ഒരു രോഗവ്യാപനം, അതാണ് ശരിക്കും വ്യാപനം എന്നാണ് പ്രീവാലൻസ് എന്ന് പറഞ്ഞ മീനിങ്. ഈസ് എ മെഷർ ഓഫ് ദ ലോഡ് ഓഫ് ഡിസീസ് ഇൻ എ പോപ്പുലേഷൻ ഇൻ എ ഗിവൺ ലൊക്കേഷൻ, പ്രത്യേക ലൊക്കേഷൻ ആൻഡ് എ പർട്ടിക്കുലർ ടൈം. ലൊക്കേഷൻ പറയുന്നുണ്ട്, particular time as represented in a account of number of people affected. എത്ര പേർക്ക് ഒരു പ്രത്യേക ടൈമില് ഒരു പ്രത്യേക ലൊക്കേഷനില് എത്ര പേർക്ക് ആ ഒരു പോപ്പുലേഷനിൽ എത്ര പേർക്ക് ഡിസീസ് അഫക്റ്റ് ചെയ്തു, അതാണ് പ്രീവാലൻസ് എന്ന് പറയുന്നത്. ഈ ഒരു രോഗം നമ്മൾ അഫക്റ്റ് ചെയ്ത ആളുകളുടെ എണ്ണത്താണ് ഈ പ്രീവാലൻസ് മെഷർ ചെയ്യുന്നത്. രോഗം ബാധിച്ച ആളുകളുടെ എണ്ണം. ഇപ്പൊ ഒരു പ്രത്യേക പോപ്പുലേഷനിൽ എത്ര പേർക്ക് ആ ഡിസീസ് വന്നു, ആ രോഗം ബാധിച്ച ആളുകളുടെ എണ്ണത്തില് നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ ഒരു നിശ്ചിത സമയത്തും അതുപോലെ ഒരു സ്ഥലത്തും ഒരു പോപ്പുലേഷനിൽ അഫക്റ്റ് ചെയ്ത ആ ഡിസീസാണ് പീപ്പിൾ അഫക്റ്റ് ചെയ്ത ഡിസീസ് എത്ര ആളുകൾക്ക് പോപ്പുലേഷനിൽ എത്ര പേർക്ക് ആ ഡിസീസ് അഫക്റ്റ് ചെയ്തു, അതാണ് രോഗവ്യാപനം അല്ലെങ്കിൽ പ്രീവാലൻസ് എന്ന് പറയുന്നത്. ഒരു പ്രത്യേക ലൊക്കേഷനില് ഒരു പർട്ടിക്കുലർ ടൈമില് ഒരു പ്രത്യേക പോപ്പുലേഷനില് എത്ര പേർക്ക് നമ്പർ ഓഫ് പീപ്പിൾ അഫക്റ്റഡ്, എത്ര ആളുകൾക്ക് ആ രോഗം അഫക്റ്റ് ചെയ്തു, അതാണ് പ്രീവാലൻസ് എന്ന് പറയുന്നത്. രോഗവ്യാപനം ഒരു പ്രത്യേക ഇതിനകത്ത് എടുത്തു നോക്കിയാൽ എത്ര പേർക്ക് ആ രോഗം വന്നു, അതല്ലേ രോഗവ്യാപനം എന്ന് പറയുന്നത്. അപ്പൊ ഒരാൾക്ക് വന്നു, അതിന് വേണ്ടി 10 പേർക്ക് വരാം. അപ്പൊ നമുക്ക് രോഗവ്യാപനം എത്ര പേർക്ക് പ്രീവാലൻസ് എത്ര പേർക്ക് 10 പേർക്ക് വന്നു എന്ന് പറയാം. അപ്പൊ ഒരു ലൊക്കേഷൻ പറയുന്നുണ്ട്, ഒരു പെർട്ടിക്കുലർ ടൈമും അവിടെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. എത്ര പേർക്ക് അത് അഫക്റ്റ് ചെയ്തു അതാ പറഞ്ഞേക്കുന്നത്. ഒരു പ്രത്യേക സമയത്തും ഒരു ജനസംഖ്യയിൽ ഒരു പോപ്പുലേഷനിൽ അഫക്റ്റ് ചെയ്യുന്ന ആ ഡിസീസാണ് രോഗത്തിന്റെ അളവ്, ആ രോഗഭാരത്തിന്റെ അളവാണ് നമ്മൾ പ്രീവാലൻസ് എന്ന് പറയുന്നത്. പിന്നകത്ത് ആ ഡിസീസ് ഏതൊക്കെയാണ്? ഡിസീസ് ഹാസ് ദ ഹയസ്റ്റ് പ്രിവാലൻസ് ഉള്ള ഡിസീസ് കാർഡിയോവാസ്കുലർ ഡിസീസ്, പിന്നെ ക്യാൻസേഴ്സ്, ക്രോണിക് റെസ്പിറേറ്ററി ഡിസീസ്, ഡയബറ്റിക്സ്, ഇതൊക്കെ നോക്കുക. പിന്നെ നമ്മൾ പറഞ്ഞത് ഞാൻ 3 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയായിരുന്നു, അതിൽ കണ്ടിരുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രിവാലൻസ് നോക്കുക. പോയിന്റ് പ്രിവാലൻസ്, പീരീഡ് പ്രിവാലൻസ്, ലൈഫ് ടൈം പ്രിവാലൻസ്. അതിന്റെ 3ന്റെ ഫോർമുല ചെന്നിട്ട് ഡാഷ് ഇട്ട് തന്നെയാണ് കണ്ടേക്കുന്നത്. അത് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. പിന്നെ നമ്മൾ പറഞ്ഞേക്കുന്നത് ഏതാണെന്ന് വെച്ചാൽ ആ ഫോർമുലാസ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ആ ഫോർമുലാസ് അതാണ് ഞാൻ 5 എണ്ണം ഒരു സ്ഥലത്ത് ഒരുമിച്ച് എഴുതി വെക്കാൻ പറഞ്ഞത്. ഈ ഫോർമുലാസ് ഒക്കെ ജസ്റ്റ് നമുക്ക് അങ്ങനെ തന്നെ പഠിക്കാനേ പറ്റത്തുള്ളൂ. അപ്പൊ ഇന്ന് തന്നെ നമ്മൾ ഓരോരുത്തരുടെയും ഫോർമുലാസ് എഴുതി തന്നതും ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഇന്ന് ഇത്രേ ഞാൻ എടുക്കുന്നുള്ളൂ. ഇനി അടുത്ത യൂസസിലേക്ക് പോകുന്നില്ല. ഒരുപാട് എടുത്തു കഴിയാനും നമുക്ക് ഇതാണ് എന്താ പറയാ, ഇനി അടുത്ത ക്ലാസ്സിൽ ഇനിയിപ്പോ നെക്സ്റ്റ് മൺഡേ ആയിരിക്കുമല്ലോ നമുക്ക് വരുന്നത്. അപ്പൊ എന്തായാലും 2 ക്ലാസ് കൂടി മതിയാവും ഈ ചാപ്റ്റർ തീരാനായിട്ട്. ഇതിനകത്ത് ഇതൊക്കെ നിങ്ങൾക്ക് എളുപ്പമാണ്, ടേബിൾ ആയിട്ട് തന്നെ. അപ്പൊ ജസ്റ്റ് നമ്മൾ ഡിഫറൻസ് എഴുതുന്ന പോലെ തന്നെ എഴുതിയാൽ മതി. ഇത് ലാസ്റ്റ് 2 ഇതേ ടേബിൾ ആണ്, ഇന്റർ ചാലഞ്ചസ് അങ്ങനെയുള്ളത്. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചാലും മതിയാവും. 2 ക്ലാസ് കൊണ്ട് നമുക്ക് തീർക്കാൻ പറ്റുമെന്നാണ് വിശ്വസിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇന്ന് പറഞ്ഞ ആ ഫോർമുലാസ് ഒക്കെ നിങ്ങളൊന്ന് നോക്കി വെക്കുക കേട്ടോ. പിന്നെ പ്രീവാലൻസും 3 ടൈപ്പ് ഓഫ് പ്രീവാലൻസും നോക്കി വെക്കുക. ഓക്കെ, ഞാൻ ഇന്ന് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. പിന്നെ ഇന്ന് നമ്മൾ എഴുതിയ ഫോർമുലാസ് ഒക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ, ഇന്ന് ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ. ഓക്കെ, താങ്ക് യു. താങ്ക് യു മിസ്.